എനിക്ക് പറയാനുണ്ട്. താരൊക്കെ അവിടെ യെസ് വനജ ഞാൻ വനജദേവ് 3 പറഞ്ഞോളൂ. ദിവസമായിട്ടുള്ളൂ. യെസ് പറഞ്ഞോളൂ. ഒരു മിനിറ്റ് ഞാൻ 3 ദിവസമായിട്ടേ ഉള്ളൂ ഇതിൽ കയറാൻ തുടങ്ങിയിട്ട്. ആ എനിക്ക് എന്റെ മോള് ഈ പറഞ്ഞ പോലെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഡിവോഴ്സ് ആണ്, ഉം. ഒരു കുഞ്ഞുണ്ട്. അപ്പൊ ജോലി ഇല്ലാതിരിക്കുകയായിരുന്നു. കുറെ ആയി ഞങ്ങൾ അപേക്ഷയൊക്കെ ഓരോ സ്ഥലത്ത് വെക്കുന്നു. അപ്പൊ എന്തായാലും കുറെ നാളായി അതിന് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് അതിന് ഇന്റർവ്യൂവിന് വിളിച്ചു. ഏതൊരു 99% ഓക്കെ ആയി. സാറിന് ഒരുപാട് നന്ദി. എന്താ പറയാന്നറിയാൻ എനിക്ക് 99% നാളേക്ക് 100% മാറട്ടെ. 100%. എനിക്ക് സത്യം സത്യം പറഞ്ഞു സങ്കടം വന്നിട്ടൊന്നും പറയാൻ വയ്യാത്ത അവസ്ഥ. 100% സംഭവിക്കട്ടെ. താങ്ക് യു 100% സർ. തന്നെ നാളെ സംഭവിക്കട്ടെ. നാളെ 100% കിട്ടട്ടെ. താങ്ക് യു സർ. നിങ്ങളല്ലേ ദുബായ് അബുദാബിയിലുണ്ടെന്ന് പറഞ്ഞേ? അതെ അതെ, മോള് മകള് ഇന്ന് വിളിച്ചപ്പോൾ പറഞ്ഞു. ആ ഇങ്ങനെ മകളുടെ മകന്റെ പോയിട്ടുണ്ടായിരുന്നു. അടുത്താണുള്ളത്. ഞാൻ മോന്റെ അടുത്ത ഒരു വിസിറ്റിങ്ങിന് വന്നിരിക്കുകയാണ്, ആ 1 മാസത്തെ. അപ്പൊ ഇത് കുറെ നാളായി ഞങ്ങൾ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അപ്പൊ അതിങ്ങനെ ഒരു ഇതിൽ കിടക്കായിരുന്നു. പക്ഷെ ഇന്ന് പെട്ടെന്നാണ്. ഞാനിപ്പോ ഈ 3 ദിവസമായിട്ടുള്ളൂ. സാറിന്റെ യൂട്യൂബിലത്തെ കാണും അന്ന് മുതൽ എഴുതി വെക്കുന്നുണ്ട് ഞാൻ. ഉം. പിന്നെ ഈ റൂമിൽ കയറിയിട്ട് ഞാൻ 3 ദിവസമേ ആയിട്ടുള്ളൂ. സത്യം പറഞ്ഞാൽ എനിക്ക് എങ്ങനെ നന്ദി പറയേണ്ടത്, എന്താ പറയേണ്ടതെന്നൊന്നും അറിയില്ല സാർ. എനിക്ക് അത്ര സന്തോഷം കൊണ്ടുള്ള സങ്കടമാണ് ഇപ്പൊ. നടക്കട്ടെ. അവൾ എത്രയും നല്ല ജോലി, നല്ല സ്വസ്ഥവും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യമുള്ള ജോലിയായി മാറട്ടെ എന്നാണ് പ്രാർത്ഥിക്കുന്നത്. അതോടുകൂടി ആ കുടുംബത്തിന് എല്ലാ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുന്നു. താങ്ക് യു. സാറിന്റെ കുടുംബത്തിന് ഒരുപാട് നന്ദിയുണ്ട്. ദൈവത്തിനോട് ഞാൻ പ്രാർത്ഥിക്കുന്നുണ്ട്. നന്ദി സാർ. തീർച്ചയായിട്ടും ദൈവം എല്ലാ കടാക്ഷവും നിനക്ക് ഉണ്ടാവട്ടെ പ്രാർത്ഥിക്കുന്നു. ഇന്നത്തെ ദിവസം ആരംഭിക്കാം. എല്ലാവർക്കും സ്വാഗതം. സന്തോഷത്തിന്റെയും സമാധാനത്തിന്റെയും ഐശ്വര്യത്തിന്റെയും ക്ഷേമത്തിന്റെയും സമൃദ്ധിയുടെയും ദിവസങ്ങളിലൂടെ നമ്മൾ കടന്നു പോവുകയാണല്ലേ. താങ്ക് യു. അപ്പോൾ നമ്മൾ ആലോചിക്കും, ഇതൊക്കെ സാറ് പറയും, ഇതൊക്കെ എൻ്റെ ജീവിതത്തിലുണ്ടോ, ഇതിലാണോ ഞാനുള്ളത് എന്ന് ചിന്തിക്കുന്നവരാരെങ്കിലും ഉണ്ടെങ്കിൽ കമന്റ് ചെയ്യുക. എന്ന് കമന്റ് ചെയ്യുക. ഞാനിങ്ങനെ ചിന്തിക്കുന്നുണ്ടെങ്കിൽ എനിക്ക് സന്തോഷവും സമാധാനവും സംതൃപ്തിയും ഐശ്വര്യവും സമൃദ്ധിയും ഒക്കെ ഉണ്ടോ എന്ന് ചോദ്യമുള്ളവർ ഒന്ന് എന്ന് പറയും. എന്നൊന്ന് ടൈപ്പ് ചെയ്ത്. ഇങ്ങനെ ആരെങ്കിലും ഉണ്ടോ? ഡൗട്ടുള്ളവർ ആരെങ്കിലും ഉണ്ടോ? യെസ്, ഡൗട്ട് ഉണ്ട് അല്ലേ? എനിക്കതുണ്ടോ അല്ലേ? പിടിച്ചു, ഒരാളെ പിടിച്ചു, ഞാൻ ചൂണ്ടയിട്ട് പിടിച്ചു, 2 പേരെ പിടിച്ചു, 3 പേരെ പിടിച്ചു. നിങ്ങളെല്ലാം പുതിയ ആൾക്കാരാണ് അല്ലേ? ഈ വന്ന ആൾക്കാർ 3 പേരും പുതിയ ആൾക്കാരായതുകൊണ്ട് അങ്ങനെ ഇവിടെ ക്ലാസ്സിലിരുന്ന ഈ ഒരു സംശയം ഉണ്ടാവില്ല. അതാണ് ഇവിടുത്തെ ഒന്നാമത്തെ മെഡിസിൻ അല്ലേ? കുറെ ആയല്ലേ നമ്മൾ ടാബ്ലറ്റ്സ് ഒക്കെ തന്നിട്ട്. അത് മറന്നുപോയി. എൻ്റെ ഇടയിൽ ഇടക്കിടക്ക് ഞാനൊരു ടാബ്ലറ്റ്സ് തരുമല്ലേ, അതൊക്കെ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. ഓർമ്മയുണ്ടോ സ്മിത? ഞാൻ തന്ന ടാബ്ലറ്റ്സുകളൊക്കെ ഇടയിലേക്ക് 2-3 ടാബ്ലറ്റ്സുകളൊക്കെ ഞാൻ ഇടയിൽ തന്നു. രാവിലെ എഴുന്നേൽക്കുമ്പോൾ കഴിക്കേണ്ട ടാബ്ലറ്റ്സ്, രാത്രി കിടക്കാൻ പോകുമ്പോൾ കഴിക്കേണ്ട ടാബ്ലറ്റ്സുകൾ ഞാൻ തന്നിരുന്നു. ഓർമ്മയുണ്ടോ നിങ്ങൾക്ക് ആർക്കെങ്കിലും? മുമ്പേ ക്ലാസ്സിൽ ഇരിക്കുന്നവർക്ക് ഇല്ലല്ലേ? ഓർമ്മയില്ലല്ലേ? എന്നുണ്ടാവും. പിന്നെ ഞാൻ പറഞ്ഞു തന്നെ എവിടെ പോയി? സ്മിതയുടെ കയ്യിലൊക്കെ ബുക്ക് എഴുതി വെച്ച ആൾക്കാരുണ്ടല്ലോ. എത്ര പേരുണ്ട് ഓർമ്മയുള്ള ആൾക്കാർ? ഇല്ലേ രാധാചന്ദ്രൻ? നിങ്ങളൊക്കെ ടാബ്ലറ്റ്സുകൾ എഴുതി വെച്ചെന്ന് ഓർമ്മയില്ലേ? അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല. ഓർമ്മയുള്ളവർ പറഞ്ഞാൽ ഓർമ്മയുണ്ടാവും. ഓക്കെ ഫൈൻ. യെസ്, ആൾക്കാർക്ക് ഓർമ്മയുണ്ട്. ഇന്നും അതുപോലെ ടാബ്ലറ്റ്സുകൾക്ക് ആണെന്ന് ഇവിടെ ഇരിക്കുന്നത്. ഇന്ന് കുറച്ച് ടാബ്ലറ്റ്സുകൾ തരാം അല്ലേ? എല്ലാ സംശയങ്ങളും മാറി. അപ്പോൾ നമ്മൾ അത് സ്വീകരിക്കാൻ തയ്യാറാണെങ്കിൽ ടൈപ്പ് ഹാപ്പി റെഡി. ഐ ആം ഹാപ്പി വിത്ത് ഐ ആം റെഡി വിത്ത് ഹാപ്പി അല്ലേ? ഐ ആം റെഡി വിത്ത് ഹാപ്പി. പെട്ടെന്നായിക്കോട്ടെ. ഞാൻ നിങ്ങളോട് പറഞ്ഞു 10-200 ആൾക്കാർ ഇവിടെ നമ്മൾ ക്ലാസ്സിലുണ്ട്. നിങ്ങൾ ആരും യൂട്യൂബിൽ പോയിട്ട് ടൈപ്പ് ചെയ്യുന്നില്ല അല്ലേ? അവിടെ പോയിട്ട് ഈ കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെല്ലാവരും ഓടിച്ചാടി വരും. ഇവിടുത്തെ ക്ലാസ് കഴിഞ്ഞാൽ അങ്ങ് പോവും അല്ലേ? അപ്പോൾ യൂട്യൂബ് കാണുന്ന ആൾക്കാരോട് ഇപ്പൊ തന്നെ പറയുകയാണ്, ശ്രദ്ധയോടെ യൂട്യൂബ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ചാനല് 2 വാക്ക് കമന്റ് ചെയ്യാൻ മറക്കരുത്. ഐ ആം ഹാപ്പി ആൻഡ് റെഡി എന്ന് കൂടാതെ കണ്ട് നിങ്ങൾ ഇവിടെ പഠിക്കുന്ന കാര്യങ്ങൾ എന്ത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് താഴെ കമന്റ് ചെയ്യുമ്പോഴാണ് എനിക്ക് കൂടുതൽ നിങ്ങളുടെ അടുത്ത കാര്യം വരുമ്പോൾ പറയാൻ പറ്റുന്നത് എന്ന് മറക്കാതിരിക്കുക. അതുകൊണ്ട് ഞാൻ പറഞ്ഞു തരുന്ന കാര്യങ്ങൾ എന്ത് മനസ്സിലായി എന്നത് ഏറെ പ്രധാനമാണ്. വെറുതെ കണ്ടിരുന്നു പോകേണ്ട ഗോസിപ്പ് വീഡിയോ അല്ല ഇത്. അല്ലെങ്കിൽ കുറെ ആൾക്കാർ
പല പല പരിപാടികളുണ്ട് അല്ലേ, എന്റർടൈൻമെന്റുകളുണ്ട്. പക്ഷെ ഇതൊരു എന്റർടൈൻമെന്റ് അല്ല, ഇത് തികച്ചും ലേണിംഗ് ആണ്. അതുകൊണ്ട് പഠിച്ചത് എന്താണെന്ന് സ്വയം അവിടെ തന്നെ എഴുതുമ്പോൾ നമുക്കത് ഒന്നുകൂടി ഹൃദിസ്ഥമാകും എന്ന് മനസ്സിലാക്കുക. അതുകൊണ്ട് ആൾക്കാർക്ക് എന്തൊക്കെ മനസ്സിലായി എന്ന് നിങ്ങൾ കമന്റ് ചെയ്യാൻ അല്ലെങ്കിൽ പുസ്തകത്തിൽ എഴുതി വെക്കാൻ നോക്കുക, ശ്രദ്ധിക്കുക, ശ്രമിക്കുക. അപ്പോഴാണ് കൂടുതൽ കൂടുതൽ ക്ലാസ്സുകൾ ഇതുപോലെ തരാൻ സാധിക്കുന്നത് എന്ന് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നു എന്ന് മാത്രം. അപ്പോൾ നമുക്ക് ഇൻട്രൊഡക്ഷനിൽ മറക്കാതെ 2 കാര്യങ്ങൾ നമുക്കിപ്പോൾ പറയാനുണ്ട്, 3 കാര്യങ്ങൾ പറയാനുണ്ട്. ഒന്നാമത്തെ കാര്യം 8/12/2024 കോഴിക്കോട് വെച്ച് നടക്കുന്ന നമ്മുടെ പ്രോഗ്രാമിനെയാണ്. അതാരും മറക്കരുത്. എന്ത് തന്നെ എവിടെ നിന്ന് തന്നെ ആയാലും എന്ത് വില കൊടുത്ത് നിങ്ങൾ അന്ന് എത്തിയാൽ നിങ്ങൾക്ക് അത്രയും നല്ലത്. കാരണം നേരിട്ടുള്ള നമ്മുടെ സംസാരത്തിൽ നേരിട്ട് പറയുന്ന അത്രയും ഗുണം നമുക്ക് എപ്പോഴും ഈ സൂമിൽ കിട്ടില്ല. ഒന്നാമത്തെ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ അവിടെ അത്രയും അടുത്ത എൻവയറമെന്റിൽ പറയുമ്പോൾ നിങ്ങളിലേക്ക് എത്താൻ അത് കൂടുതൽ ഗുണകരമാവും എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം. പിന്നെ നമ്മളൊരു കമ്മ്യൂണിറ്റിയാണ്, ഇത്രയും ആൾക്കാരെ ഒന്നിച്ച് കണ്ട് സംസാരിച്ച് പരിചയപ്പെട്ട് കൂടുതൽ ആൾക്കാരെ അറിയാൻ പറ്റുന്ന വേദിയാണ്. അതിലൂടെ നിങ്ങളുടെ നെറ്റ്വർക്ക് കൂട്ടാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കുക. അതുകൊണ്ട് കോഴിക്കോട് എല്ലാവരും വരണം. പക്ഷെ വരുന്ന ഒരു കാര്യമുണ്ട്, 25-ാം തീയതിക്ക് മുകളിൽ പേര് നൽകിയവർ മാത്രമേ വരാൻ പറ്റുള്ളൂ. കാരണം അത് കഴിഞ്ഞിട്ട് ഹോട്ടലിലെ റൂം കൺഫേം ആയിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആളെ എടുക്കാൻ പറ്റില്ല. കാരണം കാലിക്കറ്റ് നല്ല ഹോട്ടലുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ ബഡ്ജറ്റിനനുസരിച്ച് ഹോട്ടലുകൾക്ക് 200-250 വരെയാണ് കപ്പാസിറ്റി മാക്സിമം ഉള്ളത്. അപ്പോൾ ഏകദേശം അത്രയും ആൾക്കാർ നമുക്ക് ആയിട്ടുണ്ട്. ഇനി കുറച്ച് പേരെ സീറ്റുള്ളൂ. അതുകൊണ്ട് കൺഫേം ആക്കുക. പേയ്മെന്റ് നിങ്ങൾ പിന്നെ അഡ്വാൻസ് കൊടുത്ത് ബാക്കി പിന്നെ ചെയ്താലും മതി. പേയ്മെന്റിന്റെ ആണ് വിഷയമെങ്കിൽ നിങ്ങൾ വരവിന്റെ കൺഫർമേഷനാണ് ആദ്യം നൽകേണ്ടത്. ഒന്നാമത് ഇരിക്കുന്നു, കഴിയുന്നത് മുമ്പേ കൊടുത്ത് അത്രയും സമാധാനം. രണ്ടാമത്തെ കാര്യം, നമ്മളെ ഒരു ചെറിയൊരു ടെക്നിക്ക് അല്ലെ എല്ലാവർക്കും വേണ്ടി ഒരു 7 ഡേയ്സിന്റെ ചെറിയൊരു ക്ലാസ്, വളരെ ചെറുതെന്ന് ഞാൻ പറയുള്ളൂ അതിന്. കാരണം എന്നെ സംബന്ധിച്ചത് വളരെ ചെറുതാണ്. പക്ഷെ നിങ്ങളെ സംബന്ധിച്ച് വലിയൊരു ഓപ്പണിംഗ് ആണ് നടക്കുന്നത്. ഒരു ചെറിയൊരു എമൗണ്ടിൽ 555 രൂപയിൽ 7 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷന്റെ ടെക്നിക്ക് മാത്രം പഠിപ്പിക്കുന്ന ക്ലാസ് ആണ്. ലളിതമായി വാട്സപ്പിൽ ചെയ്തു തരാൻ വേണ്ടിയിട്ടാണ്. കാരണം പലർക്കും സിസ്റ്റം ഉപയോഗിക്കാൻ പറ്റും. നമ്മുടെ വലിയ കോഴ്സ് അതിൽ കുറേ ആൾക്കാർ ജോയിൻ ചെയ്തിട്ട് അവർ ഇപ്പോഴും ലോഗിൻ ചെയ്യാതെ ഇരിക്കുന്നത് കണ്ടതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. കാരണം സ്പ്ലിറ്റ് ആയിട്ട് കൊടുത്താൽ വലിയ ഹെവി ഇല്ലാതെ ആൾക്കാർ ഉപയോഗിക്കുന്നുള്ളതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പ്ലാൻ ചെയ്തത്. അല്ലെങ്കിൽ യഥാർത്ഥത്തിൽ എൻ്റെ ക്ലാസ് അല്ല. ഇനിയിപ്പോൾ അത് ഞാൻ ഉണ്ടാക്കിയിട്ടാണ്. ഇതുവരെ ഞാൻ ടൈപ്പ് ചെയ്യുക ഒന്നും ചെയ്തിട്ടില്ല. ഹോട്ടൽ കൺഫേം ആണ് കാലിക്കറ്റിൻ്റെ കേട്ടോ, ഞാൻ പറഞ്ഞുതരാം, ഗ്രൂപ്പിലിടാം. പിന്നെ അതുകൊണ്ട് 555 രൂപ കൊടുത്തിട്ട് 7 ഡേയ്സിന്റെ ലോ ഓഫ് അട്രാക്ഷൻ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുക. അത് കഴിഞ്ഞാൽ നമുക്ക് വേറെ ഇതേപോലെ ഹാപ്പിനെസിന്റെ ഒരു 7 ഡേയ്സിന്റെ ക്ലാസ്സും കൂടി ചെയ്യുന്നു. കാരണം ഞാൻ ഇതൊക്കെ ചെറുതായിട്ട് നിങ്ങളിലേക്ക് എത്തിക്കാൻ വേണ്ടി നോക്കുകയാണ്. കാരണം ഇതിന്റെ പ്രധാന കാരണം കൂടുതൽ ആൾക്കാരിൽ എത്തുക, കൂടുതൽ കോംപ്ലിക്കേഷൻസ് ഇല്ലാതെ ലളിതമായി പഠിക്കാനുള്ള രീതിയെ പറ്റിയാണ് ആലോചിക്കുന്നത്. അപ്പോൾ ഇത് രണ്ടും നിങ്ങൾ എടുക്കുക. മൂന്നാമത്തെ കാര്യം മെഡിറ്റേഷൻ ആണ്. മെഡിറ്റേഷൻ നിങ്ങളെല്ലാവരും നിർബന്ധമായും പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യമാണ് മെഡിറ്റേഷൻ. വീണ്ടും ഓർമ്മിപ്പിക്കുന്നു. കാരണം മനസ്സിനെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ, നമ്മുടെ ശരീരത്തെ പാകപ്പെടുത്തിയെടുക്കണമെങ്കിൽ ഇന്ന് നിലവിലുള്ള പ്രക്രിയയിൽ ഏറ്റവും ഉചിതമായത് മെഡിറ്റേഷനാണ്. അതുകൊണ്ട് മെഡിറ്റേഷൻ രാവിലെ 5:30 മണിക്കാണ് ചെയ്യുന്നത്. നമ്മൾ ഇപ്പോൾ 7 ഡേയ്സ് മെഡിറ്റേഷൻ, അതൊക്കെ ഹയർ വേർഷൻ ഓഫ് മെഡിറ്റേഷൻസ് ആണ്. അപ്പം അങ്ങനെ നിങ്ങൾ ഹയർ വേർഷനിൽ പോവാതെ കണ്ട് നോർമൽ മെഡിറ്റേഷൻ ആദ്യം ഒന്ന് പ്രാക്ടീസ് ചെയ്യുക. ഇപ്പോൾ ഈ മാസം ഞാൻ ഒരു തീരുമാനം കൂടി എടുത്തിട്ടുണ്ട്. കൂടുതൽ ആൾക്കാരിൽ എത്താൻ വേണ്ടിയിട്ട് മെഡിറ്റേഷൻ്റെ പൈസയും കുറച്ചിട്ടുണ്ട്. മാസത്തിൽ 444 രൂപയാക്കി കുറച്ചിട്ടുണ്ട്. മുമ്പേ 555 രൂപയായിരുന്നു. അത് മാക്സിമം കുറക്കാൻ പറ്റുന്ന എമൗണ്ട് കുറച്ചിട്ട് കൂടുതൽ ആൾക്കാർ ജോയിൻ ചെയ്യണമെന്ന് പറഞ്ഞിട്ട്. പക്ഷെ അവിടെ ഞാൻ അടുത്ത ഈ പുതിയതായിട്ട് ഇപ്പോൾ തുടങ്ങുന്ന ബാച്ച് വൈസാണ് മെഡിറ്റേഷൻ തുടങ്ങുന്നത്. കാരണം മെഡിറ്റേഷൻ കൃത്യമായി പഠിപ്പിക്കണം എന്നുള്ളതുകൊണ്ടാണ്. ഇതുവരെ മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യിപ്പിക്കായിരുന്നു, ഇനി പഠിപ്പിച്ചിട്ടാണ് പ്രാക്ടീസ് ചെയ്യിക്കുക. അപ്പോൾ മെഡിറ്റേഷനിലെ ബാച്ച് ആയിട്ടായിരിക്കും തുടങ്ങുക. ബാച്ചായിട്ട് നമ്മൾ തുടങ്ങും. അപ്പോൾ വേണ്ടവർ അത് ഇപ്പൊ തന്നെ അടക്കുക. പിന്നെ മാസം പേയ്മെന്റ് അടച്ച് എല്ലാ മാസവും 333 രൂപ ഒരു മാസമാണ്, 443 രൂപ ഒരു മാസമാണ് പേയ്മെന്റ് മെഡിറ്റേഷൻ. അങ്ങനെ മെഡിറ്റേഷൻ നമുക്ക് കൊണ്ടുപോകാൻ പറ്റുള്ളൂ. 1 ടൈം ആയിട്ട് ചെയ്യാൻ പറ്റില്ല. ലോങ് ടൈം ആയിട്ട് വേണ്ട സാധനമാണ് മെഡിറ്റേഷൻ. അത് ഇയർലി അടക്കണം, ഇയർലി ചെയ്യാൻ പറ്റും. അപ്പോൾ ഇത് ഒന്നുകൂടി ഓർമ്മിപ്പിക്കുകയാണ്. നിങ്ങളുടെ മാറ്റം ഉണ്ടാവാൻ അടിസ്ഥാനപരമായിട്ട് വേണ്ട ഈ 3 കാര്യങ്ങളാണ് പറഞ്ഞിരിക്കുന്നത്. 2 കാര്യങ്ങൾ കാലിക്കറ്റ് നിങ്ങൾക്ക് വലിയ രീതിയിൽ മാറ്റണം. അപ്പോൾ ഇതാണ് ആദ്യം തന്നെ ഇൻട്രൊഡക്ഷൻ പറയുന്നത്. ഇനി നമുക്ക് ക്ലാസ്സിലേക്ക് കിടക്കാം അല്ലെ. ഇന്നലെ വിചാരിച്ചാണ് ക്ലാസ് ലെങ്ത് കൂട്ടാതെ മെഡിറ്റേഷൻ 5 മണിക്കുണ്ട്. 5 മണിക്കില്ല, 5:30 മണിക്കാണ്. 5 മണിക്കാണ്. പിന്നെ ഞാൻ ഇവിടുന്ന് 3:30 മണിക്ക് എഴുന്നേൽക്കേണ്ടി വരും. അപ്പം ഞാൻ എത്ര മണിക്ക് ഉറങ്ങണം? ഇപ്പം തന്നെ 10:30 മണി 11 മണിയാതെ എനിക്ക് ഉറങ്ങാൻ കഴിയുന്നില്ല. പിന്നെ ഞാൻ 5:30 മണിക്ക്
5 മണിക്ക് വേണം, അവിടുത്തെ 5 മണിക്ക് വേണമെങ്കിൽ 3:30 മണിക്ക് എഴുന്നേക്കും. 3:30 മണിക്ക് മെഡിറ്റേഷൻ സ്റ്റാർട്ട് ചെയ്യണമെങ്കിൽ ഞാൻ 3:10 എണീക്കണം. അപ്പോൾ പിന്നെ എൻ്റെ ഉറക്കത്തിന് സമയം കുറയും. അതുകൊണ്ട് ഒരു ചേഞ്ചും ഇല്ല. 5:30 മണി മാക്സിമം ആണ് ഇപ്പം സംബന്ധിച്ച്. 333 ഒരു വർഷത്തേക്കാണെങ്കിൽ 3333. ഒരു മാസത്തേക്കാണെങ്കിൽ 444. അതിൽ കുറയില്ല കേട്ടോ. കൃത്യമായി പറഞ്ഞു, 333 444. കഴിഞ്ഞ പ്രാവശ്യം ഉള്ളത് 555. ഓക്കെ, അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കടക്കാം. ഇന്നത്തെ ക്ലാസ്സിൽ നിങ്ങൾക്ക് ചെറിയ ടാബ്ലറ്റ്സുകൾ തരാം. പക്ഷേ ടാബ്ലറ്റ്സുകളാണോ നിങ്ങൾക്ക് വേണ്ടത്, ഈ ടാബ്ലറ്റ്സ് ഉപയോഗിക്കുന്ന എന്തിനു ഉപയോഗിക്കുന്നു എന്നാണോ പഠിക്കേണ്ടത് എന്നാണ് ഒന്നാമത്തെ ചോദ്യം. ഇതിനനുസരിച്ച് ഉത്തരം പറയുന്നവരനുസരിച്ച് ഞാൻ ക്ലാസ് എടുക്കുള്ളൂ. അതായത് ചോദ്യം ഒന്നുകൂടി ആവർത്തിക്കാം. നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ടാബ്ലറ്റ്സ് ആണോ വേണ്ടത്, അല്ലെങ്കിൽ ഈ ടാബ്ലറ്റ്സ് എങ്ങനെ ഉപയോഗിക്കുന്നു എന്ന് പഠിക്കാനാണോ താല്പര്യം? അപ്പോൾ ടാബ്ലറ്റ്സ് ആണ് വേണ്ടതെങ്കിൽ എസ് എന്ന് പറയുക. ഉപയോഗിക്കാനുള്ള രീതിയാണ്, ടാബ്ലറ്റ്സ് ആണ് വേണ്ടത്. ഉപയോഗിക്കുന്നത് എങ്ങനെയൊന്നും പഠിക്കണ്ട, എന്താണ് ഉപയോഗമൊന്നും പഠിക്കണ്ടല്ലേ. എങ്ങനെ ഉപയോഗിക്കുന്നു എന്നാണ് പഠിക്കേണ്ടെങ്കിൽ രണ്ടും വേണം അല്ലേ. രണ്ടും വേണമെങ്കിൽ ഒരു കാര്യം ചെയ്യും, രണ്ടും വേണം. ഉപയോഗമാണ് പഠിക്കേണ്ടത്, രണ്ടും വേണം. നിങ്ങൾ ഭയങ്കര ബ്രില്യൻ്റ് ആണ് കേട്ടോ. ആൾക്കാർ ചോദ്യം ചോദിച്ച് ഞാൻ തന്നെ ചോദ്യം പിൻവലിച്ചു. കാരണം നിങ്ങൾ രണ്ടും ഏതൊക്കെ ഒന്ന് പറയുന്നത് രണ്ടും കൂടി പറഞ്ഞു പിന്നെ എനിക്ക് പറയാനില്ലല്ലോ. ശരി, നമുക്ക് കുറച്ച് സമയം കൊണ്ട് രണ്ടും മാക്സിമം പറയാൻ നോക്കാം. കമ്പ്യൂട്ടർ എന്തായി പറ്റുമോ എന്ന് നോക്കാം. നമുക്ക് ശ്രമിച്ചു നോക്കാം അല്ലേ. എങ്ങനെ ഉപയോഗിക്കണം എന്നതാണ് ഏറ്റവും കൂടുതലായിട്ട് നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഞാൻ എപ്പോഴും എൻ്റെ ക്ലാസ്സുകൾ സംഘടിപ്പിക്കുന്നത് എപ്പോഴും പറയാറുള്ളത്, നമ്മൾ എപ്പോഴും മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ പിന്നിൽ എന്താണ് പ്രവർത്തിക്കുന്നത് എന്നതാണ് ഒന്നാമതായി നമ്മൾ മനസ്സിലാക്കേണ്ടത്. കാരണം ഏതൊരു മരുന്നും കഴിക്കാൻ നമുക്ക് എളുപ്പമാണ്, അതിന് പ്രത്യേകിച്ച് ആരുടെയും ആവശ്യമില്ല. പക്ഷെ മരുന്ന് നമ്മുടെ ശരീരത്തിൽ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് മനസ്സിലാക്കിയാൽ നമുക്ക് 100% റിസൾട്ട് ഉണ്ടാക്കാൻ സാധിക്കും അല്ലേ. ഇതാണ് ഏറ്റവും കൂടുതൽ ആൾക്കാർ ചെയ്യാത്തതും. എന്നാൽ ഒരന്വേഷി അല്ലെ, ഞാൻ എപ്പോഴും പറയാറുണ്ട്, നമ്മളെപ്പോഴും അന്വേഷിയായിരിക്കണം. അന്വേഷി, കൗതുകി ഏറ്റവും കൂടുതൽ ചെയ്യേണ്ടത് ഇതെങ്ങനെയാണ് നമ്മുടെ ജീവിതത്തിൽ മാറ്റുന്നത്, എന്താണിത്, എങ്ങനെയാണ് മാറ്റുന്നത് എന്നുള്ളതാണ് നമ്മൾ പ്രധാനമായും മനസ്സിലാക്കേണ്ട കാര്യം. ആർ യു റെഡി ഫോർ ദിസ്? ഓക്കെ, ഫൈൻ. ഇന്നത്തെ നമ്മുടെ വിഷയം എന്ന് പറയുന്നത് സ്വിച്ച് വേർഡ്സുകളാണ്. എന്താണ് സ്വിച്ച് വേർഡ്? ഫസ്റ്റ് ടാബ്ലറ്റ്സ് കൈ കിട്ടിയാലേ ശരിക്കാം. ശരിയാണ്, ടാബ്ലറ്റ്സ് കൈ കിട്ടാം. പക്ഷെ കയ്യിൽ പോകുന്നതിന് മുമ്പ് ആ എന്താ പറയുക, മെഡിക്കൽ ഷോപ്പിൽ പോകുന്നതിന് മുമ്പ് ഇത് എന്തിനുള്ള ടാബ്ലറ്റ്സ് ആണെന്ന് റിസർച്ച് ചെയ്തിട്ടൊന്ന് മനസ്സിലാക്കിയിട്ട് പോയാൽ അത് എനിക്ക് ആവശ്യമാണോ എന്ന് തീരുമാനിച്ചിട്ട് കഴിച്ചാൽ മതി. ഇല്ലെങ്കിൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം ചെയ്യും എന്ന് കൂടി മനസ്സിലാക്കിയാൽ നമുക്ക് വേണ്ടത് എന്താണെന്ന് അറിഞ്ഞ് മാത്രമേ വാങ്ങിക്കുള്ളൂ കേട്ടോ. ഇത് ശരിക്കും നമ്മൾ കണ്ടുപിടിച്ച് ചെയ്യേണ്ട കാര്യമാണ്. ഒന്നുകൂടി അടിവരയിട്ട് പറയുന്നു. കാരണം മനസ്സിലാക്കാത്ത ഒരു കാര്യവും ചെയ്യരുത്. ചെയ്താൽ ഗുണത്തേക്കാൾ ഏറെ ദോഷം നമുക്ക് സംഭവിക്കും എന്നുള്ളത് കൊണ്ട് നമ്മൾ ഞാൻ അങ്ങനെ മാത്രമേ എപ്പോഴും കാര്യത്തെ പഠിപ്പിക്കുള്ളൂ. അതാണ് എൻ്റെ സ്റ്റൈൽ എന്ന് മനസ്സിലാക്കല്ല, അതാണ് എൻ്റെ രീതി. ശരിയാണ്. സയൻസ് ഈസ് ഓൾവേസ് പ്രൂവൺ ടെക്നിക്സ് അല്ലേ. അപ്പോൾ സ്വിച്ച് വേർഡ്സ് എന്നുള്ള സബ്ജക്റ്റാണ് ഇന്നത്തെ നമ്മുടെ ക്ലാസ്. എവരിബഡി ആരെങ്കിലും സ്വിച്ച് വേർഡിനെ പറ്റി കേട്ടിട്ടുണ്ടോ? എന്താണ് സ്വിച്ച് വേർഡ് എന്ന് കേട്ടവരുണ്ടോ? വളരെ കുറവായിരിക്കും അല്ലേ. സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്ന കേട്ടവർ ഉണ്ടാവും, പക്ഷെ കുറച്ച് ആൾക്കാർ കുറവായിരിക്കും. നമ്മൾ ലളിതമായി പറയാം, സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്ന ഒരു സംഭവം ഈ ലോകത്തുണ്ട്. ഡെയിലി യൂസ് ചെയ്യുന്നവരുണ്ട്. ഓക്കെ, വെരി ഗുഡ്. സ്വിച്ച് വേർഡ്സുകളെ പറ്റിയിട്ടാണ് ഇന്ന് കോമൺ ആയിട്ട് പറഞ്ഞു തരുന്നത്. സ്വിച്ച് വേർഡ്സ് എങ്ങനെയാണ് നമ്മൾ വർക്ക് ചെയ്യുന്നത്, എന്താണിത് എന്നുള്ളതാണ്. ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ സ്വിച്ച് വേർഡ്സിന്റെ മലയാള പദം, മലയാളം പറഞ്ഞാൽ നിങ്ങളെല്ലാം പറയും ഇത് ഞാൻ കേട്ടിട്ടുണ്ടല്ലോ, ഇത് എനിക്കറിയാമല്ലോ, ഞാൻ നിത്യം ഉപയോഗിക്കുന്നതാണല്ലോ എന്ന് പറയും അല്ലേ. അറിയണോ മലയാളത്തിൽ എന്താണ് സ്വിച്ച് വേർഡ്സ് എന്ന്?
പക്ഷെ നമ്മൾ ശരിക്കും ഉപയോഗിക്കുന്നില്ല. നമ്മൾ അതിനെ മറ്റൊരു രൂപത്തിലേക്ക് മാറ്റിവെച്ചു. നോ, ഇത് നമ്മൾക്ക് അറിയാത്തതാണ്, ചെയ്യാത്തതാണ്, ഇത് നമ്മൾക്ക് എന്താ അങ്ങനെ പറയാം, മറ്റു വിഭാഗം മാത്രം ചെയ്യുന്നതാണെന്ന് നമ്മൾ മനസ്സിലാക്കി വെച്ചിരിക്കുന്നു. സ്വിച്ച് വേർഡ് എന്ന് പറയുന്ന സാധനം നമ്മുടെ നിത്യജീവിതത്തിൽ നമ്മൾ നിത്യമായി ചെയ്തുകൊണ്ടിരിക്കുന്ന സാധനമാണ്. അതിൻ്റെ മലയാളത്തിൽ അല്ലെങ്കിൽ സംസ്കൃതത്തിൽ പറയുന്ന പേരാണ് മന്ത്രങ്ങൾ. കേട്ടിട്ടുണ്ടോ? അപ്പോൾ മന്ത്രങ്ങൾ കേൾക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ? എവിടെയും പൊതുവെ അത് പറഞ്ഞിട്ടില്ല. മന്ത്രങ്ങൾ കേൾക്കാത്തവർ വളരെ കുറവായിരിക്കും. പ്രത്യേകിച്ച് ഭാരതീയ സംസ്കാരത്തിൽ ഹിന്ദു മതം വിശ്വാസികൾ മന്ത്രങ്ങൾ കൂടുതൽ ഉപയോഗിക്കും. പക്ഷെ മറ്റതിലും ഉണ്ട്, ബൈബിളിലും ഉണ്ട്, ഖുറാനിലും ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷെ അതൊക്കെ ഡിഫറെന്റ് പേരിലാണ് അറിയപ്പെടുന്നത് മാത്രമേ ഉള്ളൂ. യഥാർത്ഥത്തിൽ അതാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. എന്താണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ശബ്ദ തരംഗങ്ങളെ പ്രയോജനപ്പെടുത്തി മനസ്സിന്റെ വിവിധ ആവശ്യങ്ങൾക്ക് പ്രാപ്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതി അല്ലെങ്കിൽ ശബ്ദ വീചികളെയാണ് സ്വിച്ച് വേർഡ് എന്ന് പറയുന്നത്. ഒന്നുകൂടി പറഞ്ഞു തരാം, എഴുതി വെച്ചോളൂ, അത്രയും ക്ലാരിറ്റിയോട് കൂടി പറഞ്ഞു തരാം. ഇത് മന്ത്രങ്ങൾ അങ്ങനെ തന്നെയാണ് പറയുന്നത്. മന്ത്രങ്ങൾ സംസ്കൃതത്തിൽ മന്ത്രങ്ങളെ പറ്റി ഞാൻ വേണമെങ്കിൽ ഇപ്പൊ ഞാൻ നിങ്ങളുടെ മുമ്പിൽ ഇപ്പോൾ അതിലേക്ക് പോകുന്നില്ല, സമയം കുറേ എടുക്കുക പറഞ്ഞു പോകുമ്പോൾ. മനസ്സിന്റെ, അതായത് ശബ്ദ തരംഗങ്ങളെ പ്രയോജനപ്പെടുത്തി മനസ്സിനെ വിവിധ ആവശ്യങ്ങൾക്ക് പ്രാപ്തമാക്കാൻ ഉപയോഗിക്കുന്ന ഒരു രീതിയോ അല്ലെങ്കിൽ വാക്കുകൾക്കോ ആണ് സ്വിച്ച് വേർഡ്സ് അഥവാ മന്ത്രങ്ങൾ എന്ന് പറയുന്നത്. പല മന്ത്രങ്ങൾ പല രീതിയിലുണ്ട്. അത് ഇംഗ്ലീഷിൽ സ്വിച്ച് വേർഡ്സ് ആയതുകൊണ്ടാണ് നമ്മൾ അങ്ങനെ പറയുന്നത് അല്ലെ. അല്ലെങ്കിൽ അതായത് നമ്മളുടെ ആവശ്യാനുസരണം വാക്കുകളെ ഉപയോഗിച്ചുകൊണ്ട് നമ്മളുടെ മനസ്സിനെ പാകപ്പെടുത്തുന്ന പ്രക്രിയ. അപ്പോൾ എങ്ങനെയാണ് പാകപ്പെടുക എന്നതാണ് രണ്ടാമത്തെ ചോദ്യം. മനസ്സിന്റെ ചിന്താരീതിയെ മാറ്റിമറിക്കുകയും ആഗ്രഹങ്ങളെ പൂർത്തിയാക്കാനും പ്രശ്നപരിഹാരം കണ്ടെത്താനുമുള്ള ഒരു മാനസികമായ ട്രിഗർ, അതായത് മെന്റൽ കുതിപ്പിന്, മാനസികമായ മെന്റൽ ട്രിഗറിങ് നടത്തുന്ന വാക്കുകളെയാണ് സ്വിച്ച് വേർഡ്സ് എന്ന് പറയുന്നത്. ഇതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കൂടി ശ്രദ്ധിക്കണം. എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കത്തിൽ ഈ സാധനം വർക്ക് ചെയ്യുന്നത് വെച്ചാൽ, ഞാൻ പറഞ്ഞു ട്രിഗറിങ് എന്ന് പറഞ്ഞു, ആ വാക്ക് ഉപയോഗിക്കണം. ഞാൻ ഇപ്പോഴും പറയാണ്ട് എങ്ങനെയാണ് നമ്മുടെ മസ്തിഷ്കം വർക്ക് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ന്യൂറോൺസ് ആണ് എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പല ക്ലാസ്സിൽ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ആ ന്യൂറോൺസിനെ ട്രിഗറിങ്ങും ഫയറിങ്ങും ചെയ്യുമ്പോഴാണ് പുതിയ ഒരു സംഭവം അവിടെ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അപ്പോൾ നമ്മൾ മന്ത്രങ്ങൾ ഉപയോഗിക്കുമ്പോൾ, അതായത് ഒരു വാക്കിനെ നമ്മൾ മന്ത്രം പോലെ ഉപയോഗിക്കുമ്പോൾ അത് കൂടുതൽ ന്യൂറോൺസുകൾ അവിടെ ട്രിഗർ ചെയ്യപ്പെടുകയും അതിലൂടെ ആ വാക്കിനെ പുനഃസ്ഥാപിക്കപ്പെടുകയും ചെയ്യുകയാണ് ചെയ്യുന്നത്. യെസ്, ദിക്കറുകൾ അത് തന്നെയാണ് ശരിക്കും ഖുറാനിലെ ദിക്കറുകൾ, അത് വാക്ക് കറക്റ്റാണ്. അപ്പോൾ സ്വിച്ച് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ സംഭവിപ്പിക്കുന്നത് എനർജി ഷിഫ്റ്റിംഗ് ആണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മളിലെ എനർജിയെ അപ്പ് ചെയ്യുകയും അത് ഷിഫ്റ്റ് ചെയ്യപ്പെടുകയും ചെയ്യും. ഓരോ വാക്കുകളും അതിൻ്റെ തന്നെ പ്രത്യേക തരംഗ വീതികളുണ്ട് എന്ന് നിങ്ങൾക്കറിയാമല്ലോ. ഓരോ വാക്കുകൾ ആ പറയുമ്പോഴും അം പറയുമ്പോഴും ഊ പറയുമ്പോഴും പറയുമ്പോഴും ഓ പറയുമ്പോഴും പറയുമ്പോഴും ഓരോ ശബ്ദത്തിനും അതിൻ്റെതായ തരംഗശേഷിയുണ്ട്. ഇതാണല്ലോ ഞാൻ പറഞ്ഞത്, തരംഗശേഷിയാണ് നമ്മുടെ ചിന്തകളുടെ ഊർജമായി മാറുന്നത് എന്ന് പറഞ്ഞിട്ടുണ്ട്. ചിന്തിക്കുന്നതൊക്കെ നമ്മൾ വാക്കുകളായിരിക്കും അല്ലെ. വാക്കില്ലാതെ ചിന്തിക്കാൻ പറ്റുമോ? വാക്കുകളിലൂടെ ചിന്തിക്കുമ്പോൾ അതിൻ്റെ തരംഗവീതികൾ ഉണ്ടാവുകയും അതിന് തത്തുല്യമായി എനർജി അവിടെ പ്രൊഡ്യൂസ് ചെയ്യപ്പെടുകയും ആ എനർജി യൂണിവേഴ്സിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുകയും അല്ലെങ്കിൽ നമ്മുടെ ശരീരത്തിലേക്ക് സ്പ്രെഡ് ചെയ്യപ്പെടുകയും അതിന് തത്തുല്യമായ പ്രവർത്തനം അവിടെ സംഭവിക്കുകയും ചെയ്യുക. ഇതാണ് സിമ്പിളായിട്ട് മസ്തിഷ്കത്തിൽ സംഭവിക്കുന്ന കാര്യം. അപ്പോൾ അതിൻ്റെ തരംഗശേഷി ഉണ്ടാവുന്നതനുസരിച്ച് നമ്മുടെ ഊർജത്തിലെ ചിന്തകൾക്ക് മാറ്റമുണ്ടാകുന്നു, അല്ലെങ്കിൽ ചിന്തകളിലെ ഊർജത്തിന് മാറ്റമുണ്ടാകുന്നു. ഇതാണ് യഥാർത്ഥത്തിൽ സംഭവിക്കുന്നത്. പറയുന്ന പേരാണ് എനർജി ഷിഫ്റ്റിംഗ്. എഴുതി വെച്ചോളൂ നിങ്ങൾ, എനർജി ഷിഫ്റ്റിംഗ്. ഒന്നാമതായിട്ട് സ്വിച്ച് വേർഡ് ചെയ്യുന്നത് എനർജി ഷിഫ്റ്റിംഗ് ആണ്. രണ്ടാമത് സ്വിച്ച് വേർഡ്സ് കൊണ്ടുള്ള സ്വിച്ച് വേർഡ് എങ്ങനെ വർക്ക് ചെയ്യുന്നു വെച്ചാൽ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേഷൻ എന്ന് പറയുന്ന പ്രോസസ്സാണ്.
അതായത് ഈ വാക്കുകൾ മനസ്സിന്റെ അടിസ്ഥാന ചിന്തകൾ, അതായത് മനസ്സിന്റെ അടിസ്ഥാന ചിന്തകൾ ഉണ്ടാവുന്നത് സബ് കോൺഷ്യസ് മൈൻഡിലാണ്. സബ് കോൺഷ്യസ് മൈൻഡിലെ ബിലീഫ് സിസ്റ്റത്തെ കൈകാര്യം ചെയ്യുകയും അതിൽ നമ്മുടെ ഭാവനയെ തീവ്രമായി പ്രാപ്തപ്പെടുത്തുകയും ചെയ്യുന്നു. നമ്മുടെ ഭാവനയെ അതിതീവ്രമായി അതിലൂടെ ഉണ്ടാവുകയും ചെയ്തു. കുറച്ചും കൂടി വാക്കുകൾ പഠിക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഇതെന്താണ് ഉദ്ദേശിക്കുന്നത് കേട്ടോ. ഇത് സംഭവിക്കുന്നത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലെ മൈൻഡ് സെറ്റിനെ നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് ആ ബിലീഫ് സിസ്റ്റത്തെ മാറ്റുകയാണ് ചെയ്യുന്നത്. നമ്മൾ സാധാരണ ഉപയോഗിക്കുന്ന ഒരു സ്വിച്ച് വേർഡ് പറഞ്ഞു കേട്ടോ. ഇത് എങ്ങനെയാണ് മാറ്റുന്നത്? ഏറ്റവും സിമ്പിൾ ആയിട്ട് പറഞ്ഞത്, നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്ന സ്വിച്ച് വേർഡ്സ്. ഭഗവാനെ എന്നെല്ലാവരും വിളിക്കും, ദൈവമേ എന്നെല്ലാവരും വിളിക്കും, അല്ലേ? ഇത് വിളിക്കാത്തവരാരും ഇല്ലല്ലോ. അല്ലാഹുവേ എന്നാൽ എല്ലാവരും വിളിക്കും, റബ്ബുല്ലാഹി റഹീം എന്നെല്ലാവരും വിളിക്കും. ഇത് എങ്ങനെയാണ് സംഭവിക്കുന്നത്? ആ സംഭവം എന്ന് വെച്ചാൽ അത് സ്വിച്ച് വേർഡ്സ് എന്നല്ല, ഇതാണ് നമ്മുടെ മന്ത്രങ്ങൾ, അല്ലെ? ആ സംഭവം നമ്മൾ ഉപയോഗിക്കുമ്പോൾ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ മുമ്പേ ഇതിനെ പറ്റിയിട്ട് ഒരു ധാരണ സെറ്റ് ചെയ്തിട്ടുണ്ട്. ആരാണ് ഭഗവാൻ, എന്താണ് ദൈവം, എന്താണ് അല്ലാഹു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നമ്മൾ ഓൾറെഡി സെറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ അവിടെ അത് ട്രിഗർ ചെയ്യപ്പെടും, കംപ്ലീറ്റ് ആയിട്ട് ട്രിഗർ ചെയ്യപ്പെടും. ആ ട്രിഗറിങ് ആണ് പിന്നെ അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിൽ നമ്മൾ പൂർണ്ണമായി വിശ്വസിക്കുകയും, അല്ലെ? ആദ്യമായിട്ട് ഭഗവാനെ എന്ന് കേൾക്കുന്ന ഒരുത്തരും ഒരു വിഷയവും ഇല്ല, അവനത് അറിയില്ല എന്താണെന്നുള്ളത്. പക്ഷെ അവൻ കേട്ട് 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 ശീലമാകുമ്പോൾ ആവർത്തനത്തിലൂടെ അവനിൽ അത് പതിയുകയും അത് സബ് കോൺഷ്യസ് സെറ്റായി മാറുകയും ചെയ്യുമ്പോൾ അവനത് പൂർണ്ണമായും വിശ്വസിക്കുകയും എനിക്കെല്ലാം ലഭിക്കുകയും ചെയ്യുന്നു എന്ന് പറയുന്ന വളരെ ലളിതമായ, നമ്മൾ എല്ലാവരും നിത്യജീവിതത്തിൽ ചെയ്യുന്ന ഒരു സംഭവം തന്നെയാണ് ഈ മന്ത്രങ്ങൾ. ഇനി മൂന്നാമത് ആ സബ് കോൺഷ്യസ് മൈൻഡ് ആക്ടിവേഷൻ, മൂന്നാമത് ഇതുകൊണ്ടുള്ള ഗുണം സ്വിച്ച് വേർഡിന് എങ്ങനെ പ്രവർത്തിക്കുന്നു വെച്ചാൽ, മൂന്നാമത്തെ കാര്യം വെച്ചാൽ സിംപ്ലിഫിക്കേഷൻ ഓഫ് ഇന്റൻഷൻ എന്ന് പറയും. ഇന്റൻഷനെ യഥാർത്ഥത്തിൽ വളരെ ലളിതമാക്കി കൊണ്ടുപോകുന്ന പ്രക്രിയയാണ്. നമ്മൾ ധ്യാനിക്കുമ്പോഴോ പ്രാർത്ഥന ചെയ്യുമ്പോഴോ അല്ലെങ്കിൽ മറ്റുള്ളവർ സംസാരിക്കുമ്പോഴോ ഒക്കെ ഈ പദം നമ്മൾ ഇടയ്ക്കിടയ്ക്ക് ഉപയോഗിക്കുമ്പോൾ അത് ലളിതമായി മാറുന്നു നമ്മുടെ ജീവിതത്തിൽ. ഞാൻ സുന്ദരനാണ് അല്ലെങ്കിൽ ഞാൻ സുമുഖനാണ് എന്ന് പറയുമ്പോൾ ഞാൻ ആ വാക്ക് ഉപയോഗിക്കുന്ന വെറുതെ എൻ്റെ കൂടെ ഉപയോഗിച്ചതേ ഉള്ളൂ. ദൈവം എല്ലാം കാത്തു സൂക്ഷിക്കട്ടെ, ദൈവം എല്ലാം നല്ലത് വരുത്തട്ടെ, അല്ലാഹു കരീമുമാറാകട്ടെ എന്നൊക്കെ നമ്മൾ പറയുമ്പോൾ നമ്മളിൽ പറയുന്നവരും പ്രാർത്ഥിക്കുന്നവരും കേൾക്കുന്നവരുമെല്ലാം അതിലേക്ക് സെറ്റ് ചെയ്യപ്പെടുകയും അവിടെ വളരെ ലളിതമായ ആ ഒരു ഇന്റൻഷൻ സംഭവിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ടാണല്ലോ നമ്മൾ പറയുന്നത് എല്ലാ പ്രപഞ്ച സത്യങ്ങളും എനിക്ക് അതിന് തുണയായി മാറട്ടെ, അല്ലെങ്കിൽ എൻ്റെ ആഗ്രഹം ഇന്നെന്ന് സംഭവിച്ചതിന് നന്ദി, യൂണിവേഴ്സ് അതിനോട് അതിന് നമുക്ക് കരുത്ത് നൽകട്ടെ എന്നൊക്കെ പറയുന്നത്. ആ യൂണിവേഴ്സ് എന്നുള്ള പദമൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത് ഇത്തരം ബിലീഫ് സിസ്റ്റത്തെ ഉണ്ടാക്കാൻ. ഇനി സ്വിച്ച് വേർഡ് എങ്ങനെ ഉപയോഗിക്കാമെന്ന് മാത്രം ഇവിടെ പറഞ്ഞ് ഞാൻ ഇന്ന് നമുക്ക് പറ്റുമെങ്കിൽ കുറച്ച് വാക്കുകൾ പറയാം, അല്ലെങ്കിൽ അടുത്ത ഒരു വീഡിയോയിൽ പറയാം എന്ന് തോന്നുന്നു. സമയം നമുക്ക് നോക്കണം എന്നുണ്ട്. സ്വിച്ച് വേർഡ് എങ്ങനെയാണ് ഉപയോഗിക്കേണ്ടത് ഇനിയിപ്പോൾ ഞാൻ കൃത്യമായി നിങ്ങൾക്ക് പറഞ്ഞു തരണോ? കാരണം നമ്മളെല്ലാം നിത്യജീവിതത്തിൽ ഉപയോഗിക്കുന്നവരാണ്. പക്ഷേ ആവശ്യാനുസരണം സ്വിച്ച് വേർഡ് ഉണ്ടാക്കാനും അത് ഉപയോഗിക്കാനും സാധിക്കുന്നതാണ് ഏറ്റവും വലിയ മിടുക്ക്. എനിക്കെപ്പോഴും പ്രശ്നമാണ് എന്ന് പറയുന്ന ഒരാൾ ആ പ്രശ്നത്തെ സ്വിച്ച് വേർഡ് രൂപേണ മാറ്റപ്പെടുത്തിയാൽ ഇപ്പോ അവരെ സംബന്ധിച്ച് പ്രശ്നം 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 എന്ന് പറയുന്നത് സ്വിച്ച് വേർഡ് തന്നെയാണ്. ആ സ്വിച്ച് വേർഡിനെ മാറ്റപ്പെടുത്തി കഴിഞ്ഞാൽ ഞാൻ സന്തോഷവാനാണ്. ഇവിടെ എല്ലാവരും പറയുന്നത് ഹാപ്പി 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 എന്ന് പറയുമ്പോൾ ഹാപ്പി സ്വിച്ച് വേർഡാണ്, അല്ലെ? അത് ഓട്ടോമാറ്റിക് വന്നു. ഇപ്പൊ ദിനേശ് സാറിന്റെ ഇവിടെ ക്യാമറ ഓൺ ആകുമ്പോൾ അടുത്ത് പറഞ്ഞ ടൈപ്പ് എന്താണ്? ഐ എം റെഡി ആൻഡ് ഹാപ്പി. കാരണം കഴിഞ്ഞു, അവിടെ സെറ്റായി കഴിഞ്ഞു ഈ സാധനം. അല്ലെങ്കിൽ പറയോ, ഞാൻ ക്യാമറ ഓൺ ചെയ്ത് വരുമ്പോൾ നിങ്ങൾ എല്ലാവരും ടൈപ്പ് ചെയ്യുന്ന വാക്ക് ഇതാണ്, സാർ ഐ എം റെഡി ആൻഡ് ഹാപ്പി. ഇത് സ്വിച്ച് വേർഡായി മാറിക്കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞാൻ ഏതെങ്കിലും വഴിയെ നടന്നു പോകുമ്പോൾ നിങ്ങൾ ഇത് തന്നെ പറയും, എനിക്ക് നാട്ടിലൊരു പേരുണ്ട് എല്ലാവരും പറയുന്നത്, ശുഭാപ്തി, ഇതേ പോകുന്നു ശുഭാപ്തി, വിശ്വാസം, ശുഭചിന്തകളും. അത് സെറ്റായി കഴിഞ്ഞു ആൾക്കാരിൽ. ഇതുപോലെ തന്നെയാണ് സ്വിച്ച് വേർഡ് വർക്ക് ചെയ്യുന്നത്. അല്ലാതെ ഇത് വേറൊന്നും ആലോചിക്കണം, ഇത്രയും ലളിതമാണ് ഈ സാധനം. ഇങ്ങനെയാണ് ഇപ്പൊ നമുക്കുള്ള സ്വിച്ച് വേർഡാണല്ലേ, ഐ എം ഹാപ്പി, ഐ എം റെഡി. ഇതുപോലെ സംഭവങ്ങൾ, ഇതുപോലെ മറ്റ് കാര്യസാധ്യത്തിനായിട്ട് നമുക്ക് ഏതിനെയും ഉപയോഗിക്കാം. അതെല്ലാം സ്വിച്ച് വേർഡുകളാണ്. ഹാപ്പി ആവാൻ വേണ്ടി നമ്മൾ ഹാപ്പി എന്ന് ഉപയോഗിക്കുന്നു. ആരെങ്കിലും സാഡ് ആവാൻ വേണമെങ്കിൽ സാഡ് എന്ന് ഉപയോഗിച്ചോളൂ. ഇറ്റ്സ് ഓൾസോ സ്വിച്ച് വേർഡ്. താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടോ സാഡ് എന്ന് സ്വിച്ച് വേർഡ് വേണ്ടവർ പറയട്ടോ, ഐ എന്ന് പറഞ്ഞ്
ആർക്കെങ്കിലും സാഡ് എന്നുള്ള സ്വിച്ച് വേർഡ് വേണമെങ്കിൽ ആരെങ്കിലും ഉണ്ടോ? പെട്ടെന്ന് ടൈപ്പ് ചെയ്തോളൂ. ഗുഡ്. അത്ര ബ്രില്യൻ്റ് ആയ ആൾക്കാരോട് ഉണ്ടാവട്ടെ. ഇല്ലേ? ആരുമില്ലേ? അപ്പോ അതായത് സ്വിച്ച് വേർഡിന്റെ ഉപയോഗിക്കുന്ന കാര്യം ഒരു ആഗ്രഹത്തിനോ ഉദ്ദേശത്തിനോ നിങ്ങളുടെ ഉദ്ദേശത്തിന് അനുയോജ്യമായ ഒരു സ്വിച്ച് വേർഡിനെ തിരഞ്ഞെടുക്കുക, എന്നിട്ട് അത് ഉപയോഗിക്കുക. ഒന്നിച്ചു പോകാൻ താല്പര്യമുള്ള ആൾക്കാർ, അല്ലെങ്കിൽ കൂട്ടായി നിൽക്കാൻ ആൾക്കാർ, അല്ലെങ്കിൽ നമുക്ക് മറ്റുള്ളവരുമായി നല്ല ബന്ധം കാത്തു സൂക്ഷിക്കാനുള്ള ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് വേർഡ് നിങ്ങൾക്ക് ആർക്കും പറയാൻ പറ്റുമോ? ഞാനൊരു ഉദാഹരണമായിട്ട് ഇപ്പൊ പറയാം. ഒന്നിച്ചെല്ലാം നല്ല ഐക്യത്തോടെ സന്തോഷത്തോടു കൂടി പോകാൻ ആഗ്രഹിക്കുന്ന ആൾക്ക് ഒരു സ്വിച്ച് വേർഡ് പറയാൻ പറ്റുമോ? ഏതാണ് അവർക്ക് ഉപയോഗിക്കുന്നത്? നിങ്ങൾ നിത്യം ഉപയോഗിക്കുന്നുണ്ട്, പക്ഷെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതാണ്. ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതി. ഏറ്റവും എളുപ്പം ഈ സ്വിച്ച് വേർഡ് പറയാൻ ഏറ്റവും എളുപ്പം യെസ്, തഥാസ്തു. അങ്ങനെ തഥാസ്തു എന്ന് പറഞ്ഞാൽ അങ്ങനെ തന്നെ സംഭവിക്കട്ടെ. യെസ്. യുണൈറ്റഡ് എന്ന വാക്ക് ഒരാൾ പറഞ്ഞു, ശരിയാണ്. യുണൈറ്റഡ് എന്നുള്ള വാക്ക് ഒന്നിച്ച് എല്ലാവരോടും ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്ന ഐ ആം യുണൈറ്റഡ്, ഞാൻ എല്ലാവരോടും ചേർന്ന് പോകുന്നു, എല്ലാവരോടും ഒത്തുപോകുന്നു എന്നുള്ള വാക്ക് ഉപയോഗിക്കാൻ യുണൈറ്റഡ് ഉപയോഗിക്കാം. അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാം ടുഗദർ, ഒന്നായി നിൽക്കുക. ടുഗദർ അല്ലേ? മലയാളത്തിൽ ഒന്നായി നിൽക്കുക. പക്ഷെ മലയാളം ഉപയോഗിക്കാൻ കുറച്ചും കൂടി ലെങ്ത് ആയതുകൊണ്ടാണ് നമുക്ക് മലയാളം ഇവിടെ ഉപയോഗിക്കാം. മറ്റു കുറേ സാധനങ്ങൾക്ക് മലയാളം ഉപയോഗിക്കാം. മലയാളം വാക്കുകൾ ഞാൻ പറഞ്ഞു തരാം. ഒരു ദിവസം പറ്റിയെങ്കിൽ 2-3 ദിവസം തിരക്ക് ഒഴിഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു PDF ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരാം. ഈ വാക്കുകളിൻ്റെ മലയാളവും ഇംഗ്ലീഷ് മലയാളം വാക്കുകളും. ഞാനും എൻ്റെ കുടുംബവും എപ്പോഴും സന്തോഷത്തോടെ കഴിയുന്നതിൽ സ്വിച്ച് വേർഡ് അല്ല കേട്ടോ, അത് അഫ്രിമേഷനാണ്. ലോങ് ആയിട്ട് ഉപയോഗിക്കുമ്പോൾ അഫ്രിമേഷനാണ്, ഷോർട്ടായിട്ട് ഉപയോഗിക്കുന്നതാണ് സ്വിച്ച് വേർഡ്സ്. മറ്റത് ലോങ് ആയിട്ടാണ് ഉപയോഗിക്കാം. അതിൽ ടെൻസുകളൊക്കെ ഉണ്ടാവും. നമ്മൾ അഫർമേഷൻസ് ഉപയോഗിക്കുമ്പോൾ ടെൻസുകൾ ഉണ്ടാവും. ഇത് ഒറ്റ വേർഡുകളാണ് സ്വിച്ച് വേർഡ്സ്. അപ്പോൾ നമ്മളുടെ ആവശ്യം എന്താണോ അതിനനുസരിച്ച് വാക്കുകൾ തിരഞ്ഞെടുക്കുക, എന്നിട്ട് ഉപയോഗിക്കുക. ഐക്യം, ഒരുമ, ഓക്കെ, അതൊക്കെ ഉപയോഗിച്ചോ. ശരി. രണ്ടാമത് എന്താണ് ചെയ്യാന്നറിയോ? എങ്ങനെയാണ് ഇത് ഉപയോഗിക്കുന്നറിയോ? നമ്മൾ വാക്ക് കണ്ടുപിടിച്ചാൽ രണ്ടാമത് നമ്മൾ ഉപയോഗിക്കുന്ന രീതിയാണ് റിപ്പീറ്റഡ് എന്ന് പറയുന്നത്. അതായത് ആവർത്തിച്ചാവർത്തിച്ച് ഈ സംഭവം പറയുക. അതേ വാക്ക് ആവർത്തിച്ചാവർത്തിച്ച് പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്നുള്ളതാണ്. ടുഗദർ 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 എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന ആളിൽ ഓട്ടോമാറ്റിക് ആയിട്ട് മറ്റുള്ളവരുമായി ഐക്യപ്പെടുക തന്നെ ചെയ്യും. ഐ എം ബ്ലെസ്ഡ്, ശരിയാണല്ലോ. ഐ എം ബ്ലെസ്ഡ്. അവിടെ സ്വിച്ച് വേർഡ് ആണെങ്കിൽ ഐ എം ബ്ലെസ്ഡ് എന്ന് വേണ്ട, ബ്ലെസ്ഡ് എന്ന് മാത്രം മതി. ബ്ലെസ്ഡ് എന്നുള്ള സ്വിച്ച് വേർഡാണ്. ഐ ആം ബ്ലെസ്ഡ് വേണ്ട, ബ്ലെസ്ഡ് അപ്പൊ തന്നെ സ്വിച്ച് വേർഡായി. അങ്ങനെ പല പല വിഷയം. ഇനി മൂന്നാമതായിട്ട് ചെയ്യേണ്ട രീതിയാണ് ഇതെല്ലാം ദൃശ്യവൽക്കരണം വേണം. ഐ ആം ബ്ലെസ്ഡ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് എന്ത് ഫീൽ ചെയ്യുന്നു? ദാറ്റ്സ് എ വെരി ഗുഡ്. നിങ്ങൾക്ക് എന്താണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്? വാട്ട് യു നിങ്ങൾ ആഗ്രഹിക്കുന്ന ആ ഫലം എന്താണ്? ഈ വേർഡ് ഉപയോഗിക്കുമ്പോൾ അതിനെ, ആ വാക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ഫലമാണ് കാംക്ഷിക്കുന്നതെന്ന് നമ്മൾ കാണണം. എല്ലാവരും ഭഗവാനേ എന്ന് വിളിക്കുന്നു അല്ലെ? സ്വിച്ച് വേർഡാണ് ഭഗവാനേ എന്ന് വിളിക്കുന്നു. എന്താണ് ഭഗവാനെ വിളിക്കുമ്പോൾ? ആ പ്രത്യേകിച്ച് ഉദ്ദേശം എന്ത് പറയുന്നത്? എൻ്റെ ദൈവമേ, എൻ്റെ ഭഗവാനെ എന്ന് വിളിക്കും. ഒരു ഇന്റൻഷനും ഇല്ല, ഒരു കാര്യമില്ല. ഇന്റൻഷനോട് വെക്കോ. എന്തിനാണ് വിളിക്കുന്നത്? വെറുതെ വിളിക്കുന്ന വഴി പോകുന്ന ആളൊന്നും അല്ലല്ലോ. വെറുതെ ആവശ്യം, നമ്മുടെ ആവശ്യം എന്താണ് അത് പറയുക, അത് മനസ്സിലാക്കുക, അത് നമ്മൾ വിഷ്വലൈസ് ചെയ്യുക. അപ്പോൾ മാത്രമാണ് റിസൾട്ട് ഉണ്ടാവുന്നത്. അല്ലെങ്കിൽ റിസൾട്ട് ഉണ്ടാവില്ല. അപ്പോൾ നമ്മൾ എപ്പോഴും ഇന്റൻഷൻ എന്താണ് അതിനെ നമ്മൾ ദൃശ്യവൽക്കരിച്ചുകൊണ്ട് നമ്മൾ വിളിക്കണം. അൽഹംദുലില്ലാ. അൽഹംദുലില്ലാ എന്ന് പറയുമ്പോൾ തന്നെ നമ്മൾ ശാന്തമായി മനസ്സ്, നമ്മൾ അൽഹംദുലില്ലാ പറയേണ്ട ഉദ്ദേശം തന്നെ എന്താണ്? മനസ്സ് ശാന്തമാക്കാൻ വേണ്ടി തന്നെയാണ്. ദൈവമേ എന്ന് വിളിക്കുമ്പോൾ മനസ്സ് ശാന്തമാക്കാൻ വേണമെങ്കിൽ അത് തന്നെ റിസൾട്ട് സംഭവിക്കും. അപ്പോൾ ഇതാണ് കൃത്യമായിട്ടുള്ള സ്വിച്ച് വേർഡിനെ പറ്റിയിട്ടുള്ള ക്ലാസ്. കൃത്യമായി സ്വിച്ച് വേർഡിനെ പറ്റി പഠിപ്പിക്കുക. സ്വിച്ച് വേർഡ്സ് ഉപയോഗിക്കുന്നത് എങ്ങനെ പ്രവർത്തിക്കുന്നു എന്ന് വേണമെങ്കിൽ ഞാൻ ഒന്നുകൂടി പറഞ്ഞു പോവാം അല്ലെ? നമ്മുടെ സ്വിച്ച് ബോർഡ് എങ്ങനെയാണ് പ്രവർത്തിക്കുന്നത് ലളിതമായി പറഞ്ഞാല്,
നിങ്ങളിപ്പോൾ ഒരു ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നിങ്ങൾ തീവണ്ടിയാണെന്ന് കരുതുക. അല്ലെങ്കിൽ ഒരു തീവണ്ടി ട്രാക്കിലൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിവേഗം കുതിച്ചുകൊണ്ടിരിക്കുകയാണ്. പക്ഷെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ തീവണ്ടിക്ക് മനസ്സിലായി, ശരിക്കും എനിക്ക് പോകേണ്ടത് മറ്റേ ട്രാക്കാണ്, അടുത്ത ട്രാക്കിലേക്കാണ് എനിക്ക് പോകേണ്ടത്. ഇത് ഞാൻ പോകുന്നത് ട്രാക്ക് മാറിപ്പോയാൽ എനിക്ക് കുറച്ചും കൂടി ബെറ്റർ, അത് അടുത്ത ട്രാക്ക്, അത് കുറച്ചും കൂടി ഫാസ്റ്റ്. ഇപ്പോൾ ഒരു 60, അപ്പോൾ കേരളത്തിൽ മോട്ടറി വണ്ടി പറഞ്ഞ് 60-80 സ്പീഡൊക്കെ പറയാൻ പറ്റും അല്ലേ? ഒരു 60-80 സ്പീഡിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷെ തീവണ്ടി നോക്കുമ്പോൾ അടുത്ത ട്രാക്കിൽ പോകാൻ പറ്റുന്ന സ്പീഡ് ഒരു 120-150 പോകാൻ പറ്റുന്ന സ്പീഡ് എന്ന് കരുതുള്ളൂ. അപ്പോൾ തീവണ്ടി വിചാരിക്കുന്നു എന്ന് അടുത്ത ട്രാക്കിലേക്ക് കയറണം. എന്താ വഴി? ചാടാൻ പറ്റില്ലല്ലോ. ചേട്ടി ചാടാൻ പറ്റുമോ? സാറേ ഞാനെല്ലാം നിർത്തി, ഞാനത് ചാടുന്നതും തീവണ്ടിക്ക് ചാടാൻ പറ്റുമോ? വണ്ടിയൊക്കെ ആണെങ്കിൽ ഒന്ന് നമുക്ക് തിരിച്ച് സ്പ്ലിറ്റ് ചെയ്ത് കൊണ്ടുപോകാം. പക്ഷെ തീവണ്ടി അങ്ങനെ പറ്റില്ല. അപ്പോൾ അതിനെ തത്തുല്യമായ ഒരു ട്രാക്ക് നമ്മളോട് ക്രിയേറ്റ് ചെയ്യണം. ലളിതമായി പറഞ്ഞാൽ ട്രാക്കിനെ ഡൈവേർട്ട് ചെയ്യണം. അതിന് എക്സ്ട്രാ ഒരു ട്രാക്ക് അവിടെ ഫിറ്റ് ചെയ്യണം, ഉണ്ടാക്കണം അല്ലേ? അങ്ങനെയല്ലേ പറ്റുള്ളൂ അല്ലേ? എല്ലാവർക്കും അറിയാം തീവണ്ടി എങ്ങനെ പാളം മാറ്റുന്നത് എങ്ങനെയാണ്? വേറൊരു ട്രാക്ക് പാളം ക്രിയേറ്റ് ചെയ്തിട്ട് അല്ലേ? ഇതാണ്, ഈ പ്രക്രിയക്കാണ് പറയുന്നത് സ്വിച്ച് വേർഡ്സ്. അതുപോലെ ആ ദിശ മാറ്റി അങ്ങോട്ട് പതുക്കെ പതുക്കെ കൊണ്ട് ആ ട്രാക്കിലിട്ട് പോകും. ഇത്രയും ലളിതമായി എനിക്കിത് പറഞ്ഞു തരാൻ പറ്റും. യെസ്, മുൻകൂട്ടി കാണും. പിന്നെ മുൻകൂട്ടി കാണാതെ നമ്മൾ ജീവിതത്തെ പാകപ്പെടുത്താൻ പറ്റില്ലല്ലോ. മുൻകൂട്ടി കാണാതൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അത് ഇത്തരം പ്രോഗ്രാമിംഗിനാണ് ഇത്. മൈൻഡ് റീപ്രോഗ്രാമിംഗ് ആണ് കേട്ടോ. മൈൻഡ് റീപ്രോഗ്രാമിംഗിനാണ്. ആ ദിശയിലേക്ക് മാറ്റാൻ തയ്യാറാകുമ്പോൾ അതിന് തത്തുല്യമായ സ്വിച്ച് വേർഡ് കണ്ടുപിടിച്ച് വെക്കണം. ഇപ്പോൾ ഒരു സ്വിച്ച് ബോർഡ് പ്രത്യേകിച്ച് നാം പറയാണ്, നമ്മൾ ഭയങ്കര ബ്ലോക്കേജിൽ നിൽക്കുന്ന ആളാണ്, മറ്റുള്ളവരോടൊന്നും സംസാരിക്കാൻ ഇഷ്ടമല്ല, അല്ലെങ്കിൽ ഇൻട്രോവേർട്ടാണ്. അല്ലെങ്കിൽ ഇൻട്രോവേർട്ട് എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് നമുക്കൊരു മൈൻഡ് ബ്ലോക്കാണ്. നമുക്കൊരു എപ്പോഴും ഒരു സന്തോഷം, ചിലയാളൊന്നും മിണ്ടാതിരിക്കും എന്നൊക്കെ ഇരിക്കുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സ്വിച്ച് ബോർഡാണ്, സ്ഥിരമായി ഉപയോഗിക്കാൻ പറ്റുന്ന സ്വിച്ച് ബോർഡ്. ഓപ്പൺ 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 എന്ന് പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ എന്തായിരിക്കും സംഭവിക്കുക? ഓട്ടോമാറ്റിക് ഓപ്പൺ ആയി പോകും അല്ലേ? ഓട്ടോമാറ്റിക് ഓപ്പൺ. കാരണം ബ്രെയിൻസ് സിസ്റ്റം കംപ്ലീറ്റ് ഓപ്പൺ അപ്പിനെ പറ്റി മാത്രമേ പ്രോഗ്രാം ചെയ്യുള്ളൂ. ആ ട്രാക്ക് അങ്ങോട്ട് തന്നെ പോകും. ഓപ്പൺ ഓപ്പൺ ഓപ്പൺ. അല്ലെങ്കിൽ ഞാൻ തുറന്ന മനസ്സോ, മലയാളം വാക്ക് ഞാൻ ഉപയോഗിക്കുന്നില്ല. തുറന്നതെന്ന് പറഞ്ഞാൽ അത് ശരിയാവില്ല, സൂട്ടാവില്ല. നമുക്ക് മലയാളം ഉപയോഗിക്കുന്ന കുറേ വാക്കുകൾ മലയാളത്തിലുണ്ട്, പക്ഷെ ഒന്ന് സെർച്ച് ചെയ്ത് പഠിക്കണം. ഇംഗ്ലീഷാണ് ഏറ്റവും കൂടുതലായിട്ട് ഇതിൽ ഉപയോഗിക്കുന്നത്. ഓപ്പൺ. അതുപോലെ നമുക്ക് ഗുണം. ഇനി ഇതുകൊണ്ട് എന്താണ് ഗുണം? വാട്ട് ഈസ് ദ, എന്തിനാണ് ഇത് ചെയ്യുന്നത്? അത് അറിഞ്ഞിരിക്കണ്ടേ. എന്തിനാണ്? ഇപ്പോൾ ആർക്കെങ്കിലും ആ ക്വസ്റ്റ്യൻ ഉണ്ടോ? ഐ എം ഓപ്പൺ ടു റിസീവ് ആൻഡ് വെൽത്ത് ആൻഡ് അബൻഡൻസ് അഫർമേഷൻ ആണ്. അത് അഫർമേഷൻ വേറെയാണ്, സ്വിച്ച് വേർഡ് വേറെയാണ്. ഐ എം ഓപ്പൺ ടു റിസീവ് വെൽത്ത് ആൻഡ് അബൻഡൻസ് എന്ന് പറഞ്ഞാൽ അഫർമേഷൻ ആണ്. സോ സ്വിച്ച് വേർഡ് ഓപ്പൺ ആണ്. അവിടെ ഓപ്പൺ ആണ് സ്വിച്ച് വേർഡ് വരുന്നത്. യെസ്, ഗായത്രി മന്ത്രം ഒക്കെ സ്വിച്ച് വേർഡാണ്. മന്ത്രങ്ങളെല്ലാം സ്വിച്ച് വേർഡാണ്. പക്ഷെ നമുക്കത് സംസ്കൃതം അറിയാത്തതുകൊണ്ടാണ്. ഓം ഭൂം ഭൂർസ്വഹ എന്ന് പറഞ്ഞാൽ ആ ഓം തന്നെ മതി എല്ലാത്തിനും അതിനകത്ത്. അത് കുറെ ചർച്ച ചെയ്യേണ്ടതാണ്. മന്ത്രങ്ങൾ ഒരുപാട് ചർച്ച ചെയ്യുന്നത്. ഇതെല്ലാം മന്ത്രങ്ങൾ അത്രയും കാലങ്ങളായി യുഗങ്ങളായി ഉപയോഗിക്കുന്നത്, അത്രയും ഡീപ്പായിട്ട് ഇന്റൻസിറ്റി ഉള്ള സംഭവമാണ്. ഓപ്പൺ മൈൻഡ് എന്ന് പറഞ്ഞോളൂ. ഓപ്പൺ മൈൻഡ്, നോ പ്രോബ്ലം. ഓപ്പൺ എന്ന് പറഞ്ഞാലും മനസ്സിലായി. ബ്രിങ് ഗോൾഡൻ ക്ലൗഡ്സ് നൗ. ഓക്കെ, അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട്. നിങ്ങൾക്ക് കൃത്യമായിട്ട് എല്ലാവർക്കും അറിയാൻ തോന്നുന്നു ഇതിനെ പറ്റിയിട്ട്, നമ്മുടെ സ്വിച്ച് വേർഡ്സിനെ പറ്റി. ഞാനത് യൂട്യൂബിലൊക്കെ കൊടുക്കാം, അവർക്ക് കുറെ ആൾക്ക് അറിയാത്തവർക്ക് അറിയുമാറാവട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടിയാണ്. അപ്പൊ ഇത് എന്തുകൊണ്ടാണ്, എങ്ങനെയാണ് ഗുണം ചെയ്യുന്നത് എന്ന് ഞാൻ പറയാം. നമുക്ക് ഇത് ഉപയോഗിക്കുമ്പോൾ മനസ്സിന്റെ ശാന്തി, അതാണല്ലോ ഏറ്റവും അടിസ്ഥാനം മാനസികമായ, അല്ലെ, മെന്റൽ പീസ്നെസ്. പീസ് എന്ന് മാത്രം ഉപയോഗിച്ചാൽ മതി അല്ലെ? പീസ് ആണ് ഇതിന്റെ ഏറ്റവും കൂടുതൽ. നമ്മൾ ഒരേ കാര്യം റിപ്പീറ്റഡ് ആയി പറയുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് മനസ്സമാധാനം ഉണ്ടാവുന്നത്? രാമ 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 എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ, അല്ലെങ്കിൽ നിസ്കരിക്കുമ്പോൾ എങ്ങനെയാണ് മനസ്സമാധാനം ഉണ്ടാകുന്നത്? മനസ്സമാധാനം ഉണ്ടാകണമെങ്കിൽ ആദ്യം നിസ്കരിക്കാൻ തോന്നണം കേട്ടോ. വെറുതെ നമ്മൾ പേരൊപ്പിച്ചുകൊണ്ടല്ല, കൃത്യമായി പ്രാർത്ഥിക്കുന്നവനും മനസ്സമാധാനം ഉണ്ടാവും. അപ്പോൾ പ്രാർത്ഥനയോടെ മനസ്സമാധാനം ഉണ്ടാകുന്ന നമ്മൾ അതിലേക്ക് ഫോക്കസ് ചെയ്യുന്നതുകൊണ്ടാണ്. അപ്പൊ മനസ്സിന്റെ ശാന്തി ഒന്നാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, സ്വിച്ച് വേർഡുകൾ ഉപയോഗിക്കുക വഴി ആകർഷക ശക്തി കൂട്ടാൻ പറ്റും. നിങ്ങൾ ആഗ്രഹങ്ങൾ പൂർത്തിയാക്കാനുള്ള അത്യുജ്വലമായ ശക്തി നമുക്ക് ഉണ്ടാക്കിയെടുക്കുന്നത് റിപ്പീറ്റഡ് വേർഡ്സിലൂടെയാണ്. അപ്പോൾ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസിന് ഏതൊരാളും
സ്വിച്ച് വേർഡ്സ് പ്രാക്ടീസ് ചെയ്യുക തന്നെ ഉണ്ടാവും. ഇത് വളരെ പ്രധാനമായിട്ട് ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇതാണല്ലോ നമ്മൾ ഇവിടെ ഉപയോഗിക്കുന്നത്. അപ്പോൾ മൂന്നാമത്തെ നമ്മുടെ എപ്പോഴും നമുക്കുണ്ടാവുന്ന ബ്ലോക്കേജിന് ഒരു പരിഹാരം ഉണ്ടാവും. പ്രതിബന്ധ പരിഹാരം എന്ന് പറയും. നമുക്ക് എപ്പോഴാണോ ബ്ലോക്ക് ചെയ്യണം അവിടെ ഞാനൊരു സ്വിച്ച് ബോർഡ് നിങ്ങൾക്ക് ഒരു ടാബ്ലറ്റ്സ് നിങ്ങൾക്ക് മുമ്പേ തന്നത് നിങ്ങൾ എല്ലാ ദിവസവും പ്രാക്ടീസ് ചെയ്യുന്ന കാണാം ഗ്രൂപ്പിൽ. ഓർമ്മയുണ്ടോ? ഇപ്പൊ ആർക്കും ടൈപ്പ് ചെയ്യാൻ പറ്റുമോ? അത് എപ്പോഴെങ്കിലും നിങ്ങൾക്ക് മാനസികമായി ചെറിയൊരു വിഷമം ഉണ്ടാകുമ്പോൾ നിങ്ങൾ എവിടെയെങ്കിലും ഒരു സ്ഥലത്ത് പെട്ട് നിന്ന് കിടക്കുമ്പോൾ, പ്രതിരോധത്തിൽ നിന്ന് കിടക്കുമ്പോൾ നിങ്ങൾക്ക് ഉപയോഗിക്കാനുള്ള ടാബ്ലറ്റ്സ് ഞാൻ ഇവിടെ തന്നിരുന്നു. എത്ര പേരുടെ പേഴ്സിൽ അതുണ്ട്? ഇപ്പൊ ടൈപ്പ് ചെയ്യൂ ചെറിയൊരു വാക്ക്. എല്ലാ ദിവസവും നിങ്ങൾ അവിടെ ടൈപ്പ് ചെയ്ത് വെക്കുന്ന ഞാൻ കണ്ടിട്ട് അല്ലേ? യെസ്, ഐ ആർഫൈ ദി സിറ്റുവേഷൻ, ഐ ആർഫൈ ദി സിറ്റുവേഷൻ, ഐ ആർഫൈ ദി സിറ്റുവേഷൻ അല്ലേ? എല്ലാവർക്കും ഓർമ്മയുണ്ടല്ലോ. ഇതുപോലെ ടാബ്ലറ്റ്സുകൾ ഇതെല്ലാം അതുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അപ്പോൾ പ്രതിബന്ധ പരിഹാരം നിങ്ങൾക്ക് അതിലുണ്ടാവും. ഒരിക്കൽ ഉപയോഗിച്ചാൽ എന്നും അത് ഉപയോഗിക്കാൻ തോന്നും. അതിലൂടെ അല്ലെ ജോയ് നമ്മളോട് പറഞ്ഞാണ്. ജോയ് എന്ന് പറയുമ്പോൾ എപ്പോഴാണോ മൂഡ് ഓഫ് വരുന്നത് അപ്പോൾ ജോയ് ചേട്ടനെ നമുക്ക് ഓർമ്മ വരും അല്ലെ? ജോയ് ചേട്ടൻ വളരെ വലിയ സംഭവമാണ്. ജോയ് ചേട്ടന്റെ കഥ പറയണോ? ജോയ് ചേട്ടൻ നമ്മുടെയൊക്കെ ജീവിതത്തിൽ വലിയ മാറ്റം ഉണ്ടാക്കിയ ഒരു മഹത് വ്യക്തിയാണ്. നമ്മൾ കുട്ടികൾ പറഞ്ഞ പോലെ പറയാം. വൺസ് അപ്പോൺ എ ടൈം there was a person from Kerala, his name is Joy അല്ലേ? ഇങ്ങനെ കഥ പറഞ്ഞാൽ ഭയങ്കര രസമായിരിക്കും. പറഞ്ഞു വരുമ്പോൾ പിന്നെ അത് പറഞ്ഞു ഒരു 36-38 തവണയെങ്കിലും ജോയി 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 എന്ന് പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇതാണ് നമ്മുടെ ഉപനിഷത്ത് കഥകളും അല്ലെങ്കിൽ കുട്ടികളുടെ കഥകളിലൊക്കെ നമ്മൾ പഠിച്ചത്. പക്ഷെ നമ്മൾ ആരും അത് ശ്രദ്ധിച്ചില്ല എന്നുള്ളതാണ് യഥാർത്ഥത്തിലെ വിഷയം അല്ലേ? അപ്പോ നാലാമത്തെ കാര്യം, ആരോഗ്യകരമായ കാര്യങ്ങളിൽ കാര്യമായ മാറ്റമുണ്ടാക്കാൻ ഈ സ്വിച്ച് വേർഡുകൾക്ക് പറ്റും. ആരോഗ്യകരവും ആത്മവിശ്വാസവും ഉത്സാഹവും ഉണ്ടാക്കാൻ നമ്മളെ സഹായിക്കുന്നതാണ് സ്വിച്ച് വേർഡുകൾ കൊണ്ടുള്ള പ്രധാനമായ ഗുണം. ഇത്രയും ഞാൻ പറഞ്ഞ് ഇവിടെ ഞാൻ നിർത്തുന്നു. കാരണം കൂടുതൽ തന്നാൽ നിങ്ങൾ സ്വിച്ച് വേർഡ് പോലും ഇട്ടിട്ട് നിങ്ങളിപ്പോ അഫർമേഷന് പിറകെ പോകും. സ്വിച്ച് വേർഡ് പഠിക്കുക, നമുക്ക് കൂടുതൽ അറിയുക, കൂടുതൽ ചെയ്യാം. ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് ഇത്രയും മതി. കാരണം 2 കാരണങ്ങളാണ് ഉള്ളത്. നമുക്ക് കുറച്ച് കഴിഞ്ഞ മെഡിറ്റേഷൻ ഉണ്ട്. അതിനു മുമ്പ് എനിക്ക് എന്തെങ്കിലും അകത്തേക്ക് സ്വിച്ച് ഉണ്ടാക്കണം. ഇല്ലെങ്കിൽ എൻ്റെ വേർഡ് കുറഞ്ഞു പോകും. മെഡിറ്റേഷൻ സമയമാകുമ്പോൾ ഭക്ഷണം കഴിക്കണം. അതുകൊണ്ട് ഞാനിവിടെ ഇന്നത്തെ ക്ലാസ് നിർത്തുന്നു. നമുക്ക് സ്വിച്ച് വേർഡ്സ് എന്തൊക്കെയാണ് അടുത്തൊരു ദിവസം പറയാം. കുറച്ച് പറ്റുമെങ്കിൽ കുറച്ച് സ്വിച്ച് വേർഡുകൾ ഇംഗ്ലീഷിലും മലയാളത്തിലും എഴുതി പാകപ്പെടുത്തി ഞാൻ നിങ്ങൾക്ക് തരാം. ഒറ്റ മലയാളത്തിൽ നിങ്ങൾക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന 3 സ്വിച്ച് വേർഡുകൾ ഞാൻ ഇൻസ്റ്റന്റ് ആയിട്ട് നിങ്ങൾക്ക് തരാം. മലയാളത്തിലെ 3 സ്വിച്ച് വേർഡുകൾ ഇൻസ്റ്റന്റ് ആയിട്ട് തരാം. ഇത് എല്ലാ ദിവസവും നിങ്ങൾ ഉപയോഗിക്കും. പക്ഷെ 2 വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ചെറിയ മടി കാണിക്കുന്നുണ്ടോ എന്ന് എനിക്കൊരു 2 ഞാൻ 6 വാക്കുകൾ നിങ്ങൾക്ക് തരാം. അതാണ് കുറച്ചും കൂടി നല്ലത്. ഈ 2 വാക്കുകൾ ഒരു വാക്കുകൾ നിങ്ങൾ സ്ഥിരമായി ഉപയോഗിക്കുന്നതാണ്. 2 വാക്കുകൾ കുറച്ച് നിങ്ങൾ മടി കാണിക്കുന്നുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു. ഈ വാക്കുകൾ ഞാനിവിടെ ടൈപ്പ് ചെയ്തിട്ടേക്കാം. നിങ്ങളത് വായിച്ചു നോക്കൂ. ഇതിൽ ഏത് വാക്കാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്? ഒന്നാമത്തെ വാക്ക് ശുഭം. എത്ര പേര് ശുഭം എന്ന വാക്ക് ഉപയോഗിക്കുന്നു? സ്വിച്ച് വേർഡാണ് ശുഭം. ശുഭം. ഇനി ശ്രീ, ഐശ്വര്യമാണ്. എല്ലാം ഐശ്വര്യം നിറഞ്ഞ അവസ്ഥയ്ക്കാണ് ശ്രീ എന്ന് പറയുന്നത്. സ്വിച്ച് വേർഡാണ് ശ്രീ. അപ്പൊ നമുക്കറിയാം ഓം ശ്രീം ഗണപതായ നമഃ. അതിൽ ശ്രീ മാത്രം എടുത്താൽ മതി, ഗണപതി എല്ലാം ഇവിടെ ഇരിക്കട്ടെ. നമസ്കാരം നിങ്ങൾ എല്ലാവരും ഉപയോഗിക്കുന്നുണ്ടാവും. പക്ഷെ അർത്ഥം അറിഞ്ഞിട്ടൊന്നുമല്ല. എല്ലാം കണ്ടു കഴിഞ്ഞു നമസ്കാരം സാർ എന്ന് മാത്രമാണ് പറയുന്നത്. അതിന് ശരിക്കും സ്വിച്ച് വേർഡാണ് നീയും ഞാനും ഒന്നാകുന്നു, എന്നിലെ ഊർജവും നിന്നിലെ ഊർജവും ഒന്നാണ്, അതുകൊണ്ട് ഞാൻ നിന്നെ വണങ്ങുന്നു എന്നുള്ളതാണ് നമസ്കാരത്തിന്റെ അർത്ഥം. പക്ഷെ അതൊന്നും ആരും നോക്കുന്നില്ല. നമസ്കാരം അത്രയേ ഉള്ളൂ. അപ്പൊ സ്വിച്ച് വേർഡ് അത്രയും പവർഫുൾ ആണ്. ഇനി മൂന്നാമത്തെ ഒരു സ്വിച്ച് വേർഡ്, ഇനി അടുത്തൊരു 3 സ്വിച്ച് വേർഡ് പറഞ്ഞു തരാം. അത് പറഞ്ഞു തന്നാൽ നിങ്ങൾ ആദ്യം പറയും ഇത് സാറിന് തന്നെ ഉദ്ദേശിച്ച് പറഞ്ഞല്ല സ്വിച്ച് വേർഡ് എന്ന് പറയും. എന്നാലും കുഴപ്പമില്ല, നമ്മൾ അറിയാതെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ വന്ന സ്വിച്ച് വേർഡാണ്. എല്ലാം ഒരു സമയത്ത് കോയിൻസിഡൻസ് ആയി സംഭവിക്കുമെന്ന് പറയുന്നത് ഇങ്ങനെയാണ്. നമ്മൾ ആരും ചിന്തിച്ചിട്ടുണ്ടാവില്ല ഈ സ്വിച്ച് വേർഡ് നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ ഉപയോഗിക്കുമെന്നും. പക്ഷെ ആ സ്വിച്ച് വേർഡ് കയറി പിടിച്ച് നമ്മൾ സംസാരിച്ചു. ആ സ്വിച്ച് വേർഡ് ആർക്കെങ്കിലും എഴുതാൻ പറ്റുമോ? നമ്മൾ നേരത്തെ പറഞ്ഞ ഒരു രസമുള്ള സ്വിച്ച് വേർഡ് ഉണ്ട്.
യെസ്, കയറി പിടിച്ചോടെ, കറക്റ്റ് ആണ്. സുന്ദരം, മനോഹരം, സന്തോഷം. ഇത് മൂന്നും സ്വിച്ച്. സുന്ദരനല്ല കേട്ടോ, സുന്ദരമാണ്. സുന്ദരമാണ്, സുന്ദരം എന്നുള്ള വാക്ക് പിന്നെ അവരവർക്ക് ഇഷ്ടപ്പെട്ട രീതിയിൽ അത് മാറ്റിയെടുക്കുക. 3 സ്വിച്ച് വേർഡുകളാണ്: സുന്ദരം, മനോഹരം, സന്തോഷം. ഞാൻ സന്തോഷവാനായിരിക്കുന്നു, സന്തോഷവാനായിരിക്കും, സന്തോഷവാനായിരിക്കുന്നു, അല്ലെ? അത് ഞാൻ സുന്ദരമാണ്, മനോഹരമാണ് എന്ന് നമ്മൾ പറയുമ്പോൾ അത് അങ്ങനെ തന്നെ സംഭവിക്കും, അല്ലേ? ഇത്രയും പവർഫുൾ മതിയല്ലോ ഇന്നത്തെ ക്ലാസ്സിൽ. ചെറിയ സമയം കൊണ്ട് വളരെ മനോഹരമായിട്ട് നിങ്ങൾക്ക് പല കാര്യങ്ങൾ കിട്ടി എന്നുള്ളതാണ് സത്യം, ശിവം, സുന്ദരം. ഇതൊക്കെയാണ് ഇപ്പൊ മനസ്സിലായല്ലോ. ഇപ്പൊ ഞാൻ കൂടുതൽ പറയണ്ട, എല്ലാവർക്കും ഇത് എന്താണ് ഈ സ്വിച്ച് വേർഡ്. ഇതുവരെ നിങ്ങളൊക്കെ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ടാവും വലിയ രീതിയിൽ സ്വിച്ച് വേർഡുകളെ പറ്റിയിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞ് നിങ്ങൾക്ക് കേട്ടിട്ടുണ്ട്. ഞാൻ അപ്പോഴും ആലോചിച്ചത്, ശരി, ഇതൊന്നും അല്ലല്ലോ യഥാർത്ഥത്തിൽ നമ്മൾ പറയേണ്ടത്. ഞാൻ പലപ്പോഴും ആഗ്രഹിച്ചിട്ടുണ്ട്. സത്യം പറയാമല്ലോ, ഞാൻ ഈ ക്ലാസ് എടുക്കാൻ വന്നിരിക്കുമ്പോൾ എനിക്ക് അങ്ങനെയൊന്നും എങ്ങനെ അല്ലല്ലോ പറയേണ്ടത് എന്ന് മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. എന്ത് പറയണമെന്നല്ല, പറഞ്ഞു വന്നപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കുറേ സാധനങ്ങൾ വന്നുവെന്ന് മാത്രമാണ് എനിക്കിപ്പോൾ എന്നെ കൊണ്ട് തന്നെ മനസ്സിലായത്. അതുകൊണ്ട് ഇതൊക്കെ പ്രാക്ടീസ് ചെയ്യുക. നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും നമുക്ക് ആവശ്യമില്ലാത്തത് എന്താണോ അത് തിരിച്ചറിയുകയും അതിനോട് അതിൻ്റെ വഴിക്ക് പോകാൻ പറയുകയും ചെയ്യുക എന്നതാണ് നമ്മളെ മാറ്റപ്പെടുത്തുന്ന പ്രക്രിയയിൽ ഒന്നാമത്തെ ഘടകം. ഒന്നുകൂടി പറയാം, ചിലപ്പോൾ പിടിയിട്ടുണ്ടാവില്ലേ. മറ്റു പല അടുക്കളയിലുള്ളവരൊക്കെ ഒന്ന് തിരിച്ചു വരൂ. എല്ലാവരും ശ്രദ്ധിക്കുക. എല്ലാവർക്കും മാറ്റം ഉണ്ടാകാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആദ്യം ചെയ്യേണ്ട കാര്യം, ഒന്നാമത്തെ കാര്യം, നമുക്ക് ആവശ്യമുള്ളത് എന്താണോ അതിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതിൽ മാത്രം പ്രവർത്തിക്കുകയും ചെയ്യുകയും നമുക്ക് ആവശ്യമില്ലാത്തത് എന്താണോ എന്നത് നമ്മൾ തിരിച്ചറിയുകയും അതിനോട് പോയാൽ ഓട്ടും പുല്ല് എന്ന് പറഞ്ഞ് അതിനെ വിട്ടുകൊടുക്കുകയും കഴിയുക എന്നതാണ് മാറ്റപ്പെടുത്തലിന്റെ ഒന്നാമത്തെ സ്റ്റെപ്പ്. പോരെ? വളരെ ലളിതമായി പറഞ്ഞു. ബാക്കിയെല്ലാം നിങ്ങൾക്ക് വിട്ടു തന്നുകൊണ്ട് ഇന്നത്തെ ദിവസത്തേക്ക് നമുക്ക് വിടവാങ്ങുന്നു. നാളെ മറ്റൊരു സംഭവമായി യൂട്യൂബ് ലൈവിൽ കാണാം. നാളെ ലൈവ് ഇതുപോലെ ക്ലാസ് ഇല്ല, യൂട്യൂബിലാണ് നമ്മൾ ലൈവ് ഉണ്ട്. അപ്പൊ എല്ലാവരും ചാടിക്കയറി വരിക. ഒരു 500 വ്യൂസ് എങ്ങനെ നമുക്ക് നാളെ ഒറ്റയടിക്കാൻ സമയത്ത് ഉണ്ടാക്കണം. എല്ലാവരും തയ്യാറായി നിൽക്കുക. യൂട്യൂബിലാണ് നാളത്തെ ലൈവ് ക്ലാസ് ആണ്. ഓക്കെ. അത് കഴിഞ്ഞ് സൺഡേ നമുക്ക് ഫേസ്ബുക്ക് ലൈവാണ്. അപ്പൊ ഫേസ്ബുക്ക് ഇല്ലാത്തവരൊക്കെ പെട്ടെന്ന് ഐഡി എടുത്തു വെച്ചോളൂ. സൺഡേ ഫേസ്ബുക്ക് ലൈവ്. ഓക്കെ, ഫൈൻ. താങ്ക് യു എല്ലാവരും. നന്ദി, നമസ്കാരം. Thank you, sir. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you. കോഴിക്കോട് സ്ഥലം. Thank you, sir. Thank you. Thank you, sir. Thank you, sir. Thank you. Thank you, sir. Thank you. Thank you. കോഴിക്കോട് സ്ഥലം എവിടെ എന്ന് പറഞ്ഞു. Thank you, sir. Thank you, sir. Thank you, sir. ചോദിച്ചോ? സാറേ, ഈ പറഞ്ഞത് എനിക്ക് പറഞ്ഞ ഒരു മിനിറ്റ്. ഒരാൾ വൺ ബൈ വൺ. ആലീസ് പറയൂ. ഇന്ന് പറഞ്ഞ പറയൂ. ഇന്ന് പറഞ്ഞത് റെക്കോർഡിംഗ് ചെയ്തിട്ടുണ്ടോ അതോ എനിക്ക് വീണ്ടും കേൾക്കാൻ പറ്റുമോ? അത് റെക്കോർഡിംഗ് ഉണ്ടല്ലോ, ഓൺ റെക്കോർഡിംഗ് ആണ്. യൂട്യൂബിൽ വരും. ഓക്കെ, യൂട്യൂബിൽ വരും. ഓക്കെ, അതറിഞ്ഞാൽ മതി. ഐ ഡിഡ്ന്റ് ഹിയർ ഓൾ ഓഫ് ദം. ഹാഫ് കേട്ടുള്ളൂ. Fine. What's the time there now? Okay. പറഞ്ഞോളൂ. സാർ എനിക്കൊരു പറയാനുണ്ടായിരുന്നു. പറഞ്ഞോ. സാർ എൻ്റെ അനുജത്തി ഉണ്ട് സാർ. അപ്പം അവർക്ക് കോഴിക്കോട് വരാൻ താല്പര്യമുണ്ട്. പക്ഷെ പറയാൻ കാരണം എന്ന് വെച്ചാൽ അവർക്ക് ശ്വാസം മുട്ടലിന്റെ ഒരു പ്രശ്നമുണ്ട്. സാർ കേൾക്കുന്നുണ്ടോ പറയുന്നത്? കേൾക്കുന്നു. കൊയിലാണ്ടി അല്ലേ നിങ്ങള്? അതെ, കൊയിലാണ്ടി. പ്രസന്നയാണ്, ഞാൻ പ്രസന്നയാണ്. മനസ്സിലായി. അപ്പോഴേ ആ കുട്ടിക്ക് എന്ന് പറഞ്ഞാല് ശ്വാസം മുട്ടലിന്റെ ഒരു പ്രശ്നമുണ്ട്. ശ്വാസം മുട്ടൽ എന്ന് പറഞ്ഞാല് ശ്വാസകോശത്തിന്റെ ചെറിയൊരു ഓപ്പറേഷൻ കഴിഞ്ഞൊരു വ്യക്തി കൂടിയാണ്. അപ്പോഴേ കോഴിക്കോട് വരാനുള്ള താല്പര്യം. കാരണം എന്ന് വെച്ചാൽ അവർക്ക് ഉറപ്പ് കിട്ടുന്നില്ല എന്നുള്ളതാണ് മെയിൻ ആയിട്ടുള്ള ഒരു പ്രശ്നം. സാറിന്റെ ക്ലാസ്സിൽ വന്നാല് അതിനെന്തെങ്കിലും മാറ്റങ്ങൾ ഉണ്ടാവുമോ എന്നുള്ളതാണ്. ശുഭാപ്തി വിശ്വാസം ഇല്ലാഞ്ഞിട്ടല്ല, എന്നാലും സുഖമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം വരുന്നത്. പക്ഷേ കോഴിക്കോട് പ്രോഗ്രാമിൽ വരുന്നത് എനിക്ക് സന്തോഷമുള്ള കാര്യമാണ്. പക്ഷെ കോഴിക്കോട് പ്രോഗ്രാമിൽ വെച്ചിട്ട് എനിക്ക് അതിനോട് ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ അതിനൊരു പരിഹാരം അവിടെ വെച്ച് തരാൻ ക്ലാസ്സിൽ പറ്റില്ല. കാരണം ക്ലാസ് പഠിപ്പിക്കുന്നത് മറ്റൊരു സബ്ജക്റ്റാണ്, മാനിഫെസ്റ്റേഷൻ ആണ് അവിടെ പഠിപ്പിക്കുന്നത്. പക്ഷെ ഈ
നിങ്ങൾക്ക് അവർക്ക് ഉറക്കത്തിന്റെ വിഷയങ്ങൾ ഉണ്ടെങ്കിൽ അത് നമ്മൾ മറ്റൊരു രൂപത്തിലാണ് കാണേണ്ടത്. നിങ്ങൾ ഒരു കാര്യം ചെയ്യൂ, അവർക്ക് ഈ ലൈവ് ക്ലാസ്സുകളൊക്കെ അറ്റൻഡ് ചെയ്തുകൂടെ? വൈകുന്നേരത്തെ ക്ലാസ്സുകളൊക്കെ അതൊക്കെ ഫ്രീ അല്ലേ? അവര് ഇന്ന് മുതലേ അവര് കയറിയിട്ടുണ്ട്. ഇന്ന് ലൈവിലുണ്ട്. ഇന്നിവിടെ ഉണ്ടോ? എന്താ പേര്? കൂടെയല്ല, പിന്നെ വേറൊരു സ്ഥലത്താണ്. ഞാൻ അവരെ വിളിച്ചിട്ട് കണക്ട് ചെയ്യാൻ പറയാം. സാറിന് കാണണം എന്നുണ്ടെങ്കിൽ അല്ല, നമുക്ക് അവരോട് ഇല്ലെങ്കിൽ ഒരു കാര്യം ചെയ്യൂ പ്രസന്ന, ഒന്ന് അഡ്മിനെ ബന്ധപ്പെട്ടിട്ട് നേരിട്ട് നമുക്കൊന്ന് സംസാരിക്കാം. 1 to 1 സംസാരിച്ച് നോക്കാം. എന്താണ് അവർ യഥാർത്ഥത്തിൽ അവരനുഭവിക്കുന്ന പ്രശ്നം എന്ന് നമുക്കൊന്ന് പരിശോധിച്ച് നോക്കാം. ഓക്കെ സാർ, അതിനുള്ളൊരു സമയം അഡ്മിന് വെച്ചാൽ കിട്ടുമോ? അഡ്മിനോട് ചോദിച്ചാൽ മതി. എന്നിട്ട് നമുക്കത് എന്താണ് പരിശോധിച്ചിട്ട് നമുക്ക് അതിനു വേണ്ട എന്ത് പ്രതിവിധിയാണ് ചെയ്യേണ്ടതെന്ന് അഡ്വൈസ് ചെയ്യാം. എന്താണ് നടന്നിട്ട് ചെയ്യാം കേട്ടോ. നല്ല പ്രയാസത്തിലൂടെയാണ് പോകുന്നത്. അവ അത്രയും ബുദ്ധിമുട്ടുണ്ട്. അത് മനസ്സിലായി, കുഴപ്പമില്ല. അത് നമുക്ക് നോക്കി മനസ്സിലാക്കാം എന്താണ് സംഭവിക്കുന്നത്, വൈ ഇറ്റ് ഈസ് ഹാപ്പനിങ്. പല കാരണങ്ങളും ഉണ്ടാവാം. അതറിയാതെ അതിനൊരു മറുപടി പറയലോ പിന്നെ അതിനൊരു ഒരു ഒരു സൗഖ്യപ്പെടലൊന്നും നമുക്ക് കോഴിക്കോട് പ്രോഗ്രാം ചെയ്യാൻ പറ്റില്ല. പറഞ്ഞപ്പോ ഉടനെ തന്നെ എന്റെ അടുത്ത് പറഞ്ഞു, കോഴിക്കോട് എനിക്ക് വരാൻ താല്പര്യമുണ്ട്, ഞാൻ വരാം. ഞാൻ പറഞ്ഞു, ഞാൻ സാറ് സംസാരിക്കണം, കാരണം സുഖമില്ലാത്തൊരു വ്യക്തി ആയതുകൊണ്ടിട്ടാണ്. വരുന്ന നല്ല കാര്യം, പക്ഷെ ഇതൊന്നും അതിനു മുമ്പ് നമുക്കൊന്ന് സംസാരിച്ചു കളയാം, എന്നിട്ട് തീരുമാനിക്കാം കേട്ടോ. ഓക്കെ സാർ. ഓക്കെ, നിങ്ങൾ പറയുന്ന മാത്രമായിരിക്കണം എന്നല്ല ഒരു വിഷയം എന്നറിയില്ല, മറ്റൊരു രൂപത്തിലായിരിക്കും. നമുക്ക് അവർ നേരിട്ട് കണ്ട് നമുക്ക് 1 to 1 നിന്ന് സംസാരിച്ച് നോക്കാം കേട്ടോ. ഓക്കെ, താങ്ക് യു സാർ. താങ്ക് യു സോ മച്ച്. മറ്റാരെന്താ പറയണ്ടേ? സിജി എന്താ പറഞ്ഞത് അവിടുത്തെ? സിജി സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. പിന്നെ പ്രസീത, എവിടെയാണ് നിങ്ങള്? ഞാൻ കണ്ണൂര്. അല്ല, അതല്ല, നിങ്ങളെ കാണാനില്ല എന്ന് പറഞ്ഞു. നിങ്ങൾ എവിടെയാണ് പറഞ്ഞോ, അറിയ. കുറച്ച് ദിവസമായി എന്തൊക്കെയോ തിരക്കായി പോയി സാർ, അതുകൊണ്ടാ കയറാൻ പറ്റാതിരുന്നത്. 8:30 ആകുമ്പോഴേക്കും ആവുന്നില്ല. പിന്നെ ഞാന് കോഴിക്കോട് പ്രോഗ്രാമിൽ വരാൻ വേണ്ടി ഇങ്ങനെ ആത്മാർത്ഥമായി ആഗ്രഹിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ പിന്നെ ഞാനൊരു 3.5 വർഷം മുന്നേ കടം കൊടുത്തൊരു 5,000 റുപ്പീസ് ഉണ്ടായിരുന്നു. അപ്പൊ അത് ഇന്ന് എനിക്ക് കിട്ടി. അതുകൊണ്ട് ഞാൻ ഏതായാലും വരുന്നുണ്ട്. ഇപ്പൊ തന്നെ അയച്ചോ. ഇപ്പൊ തന്നെ അയക്കാം.